ഒന്നുമില്ലാത്തവരാണ് എന്നെ സ്വതവേ ഇഷ്ടപ്പെടുക. ഇതാണ് അവിടെ പറഞ്ഞത്. എന്തിനാ ഞാനിത് പറഞ്ഞത്? ബഹവോ മത്പദം പ്രാപ്താഃ ത്വാഷ്ട്രകായാധവാദയ. ഇവരെല്ലാവരും തന്നെ എന്നെ ഭജിച്ച് എൻ്റെ നില അടഞ്ഞിട്ടുണ്ട്. അതിലാരൊക്കെയാ? വൃത്രാസുരനുണ്ട്, പ്രഹ്ലാദൻ തുടങ്ങിയിട്ടുള്ള രാക്ഷസന്മാർ, അസുരവംശത്തിൽപ്പെട്ടവരുണ്ട്, വൃഷപർവാവുണ്ട്, മഹാബലിയുണ്ട്, ബാണനുണ്ട്, മയനുണ്ട്, വിഭീഷണനുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പേരുകളാണ്. രാവണൻ്റെ അനുജനാണ് വിഭീഷണൻ. അവരൊക്കെ അസുരന്മാരും രാക്ഷസന്മാരുമായിട്ടുള്ളവരാണ്. ഇനി വാനരന്മാരോ? സുഗ്രീവോ, ഹനുമാൻ, ഋക്ഷോ, ഗജോ, ഗൃധ്രോ, വണിക്പഥഃ, വ്യാധഃ, കുബ്ജ, വ്രജേ, ഗോപ്യോ, യജ്ഞപത്ന്യസ്തഥാപരേ. എന്തൊക്കെയായി ദൃഷ്ടാന്തം? സുഗ്രീവൻ വാനരൻ, ഹനുമാൻ ഇനിയൊരു വാനരൻ. ഹനുമാനെ പോലെയുള്ള ഒരു ഭക്തൻ, രാമഭക്തൻ ലോകത്തിലുണ്ടോ? ഉണ്ടാവില്ല. ഹനുമാൻ അത്ര വലിയ ഭക്തിയാണ്. ഹനുമാന്റെ ഭക്തിയുടെ പേരിലാണ് രാമരാമാന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് ലങ്കയ്ക്ക് ഒരൊറ്റ ചാട്ടം കൊടുത്തത്. രാമനും കൂട്ടരും പോയതോ അവിടെ അണ കെട്ടിയിട്ടാണ്. രാമ എന്നുള്ള പേര് പറഞ്ഞാൽ ഹനുമാൻ ചാടിക്കിടന്നത്. വലിയൊരു ഭക്തനാ. ഇനി ജാമ്പവാൻ വേറൊരാളുണ്ട്. അതുമാതിരി ഗജേന്ദ്ര മോക്ഷം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുതല വന്ന് കാലിൽ പിടിച്ചു. കരജന്തുവാ, വലിയ കരജന്തുവാ. വെള്ളത്തിലിറങ്ങിയപ്പോൾ മുതലയ്ക്കാ ഊക്ക് കൂടുതൽ. നല്ലോണം പല്ലങ്ങടെ അമർത്തി പിടിച്ചു. അത് ചീങ്കണ്ണിയുടെ പിടുത്തം എന്ന് പറഞ്ഞാൽ പല്ലിങ്ങനെ വളഞ്ഞതാ. ആ പിടിച്ച പിടുത്തം അവർക്ക് വിടാൻ പറ്റില്ല. ഇറക്കിയെന്ന് വെച്ചാൽ ഇറങ്ങിയത് തന്നെയാണ്. കാല് വലിക്കുമ്പോൾ വേദന കൂടുതലാണ്. ഒരു ഗതിയില്ല എന്ന് കണ്ടപ്പോൾ താമരപ്പൂ വലിച്ചിട്ട് മുകളിലേക്ക് നോക്കി വൂ എന്ന് പറഞ്ഞ് ചിഹ്നം വിളിച്ചു. ആ ചിഹ്നം വിളി കേട്ടിട്ടാണ് മഹാവിഷ്ണു ശംഖുചക്ര ഗദാപാണിയായി ആകാശത്തിലൂടെ ഓടി വന്ന് പിടിച്ചു കൊണ്ടുപോയി മുതലയെ മുറിച്ച് രക്ഷപ്പെടുത്തിയത്. അങ്ങനെയുണ്ടായിട്ടുണ്ട്. ഗജോ, ഗൃധ്രോ. ഇനി ജടായു. ജടായു ആരായി? ജടായു സമ്പാദി, ജടായു എന്ന് രണ്ട് പക്ഷി സഹോദരന്മാരാണ്. ആ ജടായുവാണ് ആദ്യമായിട്ട് ശ്രീരാമൻ കണ്ടത്. രാമനും ലക്ഷ്മണനും കൂടി സീതാന്വേഷണത്തിന് പുറപ്പെട്ടിട്ടോ അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആദ്യം കണ്ടത് ജടായുവിനെയാണ്. അപ്പോൾ ജടായു ആണെന്നൊന്നും രാമൻ അറിയില്ല. നോക്കിയപ്പോഴോ അങ്ങനെ വീർത്തിരിക്കുന്ന ഒരു ശരീരം. ജടായുവിൻ്റെ 2 ചിറകും രാവണൻ മുറിച്ചിട്ടതായിരുന്നു. അത് രാമൻ അറിയില്ല. അങ്ങനെ വയറ് വീർത്ത് കിടക്കുമ്പോൾ കണ്ട ഉടനെ രാമൻ പറഞ്ഞു, ഇതാ ഈ പക്ഷി കണ്ടില്ലേ, ഇവനാണ് എൻ്റെ ഭാര്യയെ തിന്നിരിക്കുന്നത്. എന്നിട്ട് വയറ് വീർത്തിരിക്കുക. ഉടനെ ഞാൻ യമപുരിക്ക് അയക്കാം എന്ന് പറഞ്ഞ് ആവനാഴിയിൽ നിന്ന് അമ്പെടുത്ത് തൊടുക്കാൻ പുറപ്പെട്ടപ്പോൾ ജടായു പറഞ്ഞു, മഹാപ്രഭു, അങ്ങയുടെ അമ്പും ശരവും ഒന്നും എനിക്ക് വേണ്ട, പ്രാണൻ പോകാറായി. ഞാൻ സീതയുടെ വൃത്താന്തം അറിയിച്ചു പോവാം എന്ന് വിചാരിച്ച് ബലായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഉടനെ രാമൻ പറയുക, അയ്യോ, ഞാൻ ഈ പറഞ്ഞതും ചെയ്തതും എന്തായിരുന്നു? അപകടം പിണച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യും? ഇതും വാൽമീകി രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അറിയാൻ ഞാനിതിന് മുമ്പ് പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. സമയോചിതമായിട്ട് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പം നിങ്ങളൊക്കെ അറിയേണ്ടതാണ്. അങ്ങനെ ഗജോ, ഗൃധ്രോ, വണിക്പഥ. ജടായു എന്ന് പറയുന്ന എന്നെ പ്രാണൻ പൂവാറായി എന്ന് പറഞ്ഞാൽ അങ്ങനെ രാമനാണ് സംസ്കാരമൊക്കെ ചെയ്തത്. വണിക്പഥ, വ്യാധ. ഈ മാംസക്കച്ചവടക്കാരനായിരിക്കുന്ന ധർമ്മവ്യാധൻ. കുബ്ജ, ജന്മനാ ഒരു കൂനിയ. കംസന് കുറുക്കൂട്ട് കൊണ്ടുപോവുക. ആ കൊണ്ടുപോകുന്ന സമയത്താണ് കൃഷ്ണൻ, ആ ചെറുപ്പക്കാരായിരിക്കുന്ന കൃഷ്ണനും ബലരാമനും കൂടി കംസന്റെ ക്ഷണമനുസരിച്ച് മധുരയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. ആ മധുരയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അപ്പോഴാണ് ഈ കുബ്ജ പോണത്. ഇപ്പം കൃഷ്ണൻ ഇത്തിരി നേരം പോക്കുള്ള ആളാണല്ലോ. അവിടെ നിൽക്ക്, എന്താ കൊണ്ടുപോണേ? കുറിക്കൂട്ട്. ആർക്കാ? കംസന്. കുറച്ച് എനിക്ക് തരൂ, ഞാൻ ധരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു കൂസലും ഇല്ലാതെ, അയ്യോ കംസൻ എന്ത് പറയുമോ, കൊടുക്കാൻ പാടുണ്ടോ, ഞാൻ കൂട്ടാക്കില്ല എന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ ആ കുറുക്കൂട്ടാ കൊടുത്തു. കൃഷ്ണൻ അത് വാരി പൂശിയപ്പോൾ ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെ സമ്മതിച്ച് എനിക്ക് തന്നൂല്ലോ. അപ്പം നന്നായി. അപ്പോൾ ഉടനെ ആ കുബ്ജയെ ആ കൂനൊന്ന് നീർത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് കാലുകൊണ്ട് 2 കാലിൻ്റെ ആ പുറടി അങ്ങോട്ട് ചവിട്ടി പിടിച്ച് താടിക്ക് പിടിച്ചിട്ട് ഒന്ന് പൊന്തിച്ചു അത്രേ. അപ്പോൾ ആ കൂനൊക്കെ അങ്ങോട്ട് നീർന്നു. അവൾ പരമസുന്ദരിയായി. അപ്പോൾ കുബ്ജയ്ക്കും കിട്ടിയിട്ടുണ്ട് മോക്ഷം. വ്രജേ ഗോപ്യ. പിന്നെ ഗോപിമാർ എത്രയോ ഉണ്ട്, 100 കണക്കിനുണ്ട് വ്രജകുലത്തിൽ. യജ്ഞപത്ന്യസ്തഥാപരേ. ഇനി ഇവരെയൊക്കെ വിട്ട് യജ്ഞപത്നിമാർ, ബ്രാഹ്മണ പത്നിമാരുടെ കാര്യം എടുത്തോളൂ, അവർക്കും കിട്ടി. ഇതൊക്കെ സത്സംഗത്തിൻ്റെ പേരിലാണ്. അവരുടെ ഉള്ളിൽ എന്ത് സംഘമായിരുന്നു? കൃഷ്ണസംഘം. അത് മാത്രമേ ഉള്ളൂ. അവർക്ക് വേറെ ഒന്നും അറിയില്ല. കൃഷ്ണനെ അറിയാം, വേറെ ഒരാളെ അറിയില്ല. സുഗ്രീവോ, ഹനുമാൻ, ഋക്ഷോ, ഗജോ, ഗൃധ്രോ, വണിക്പഥ, വ്യാധ, കുബ്ജ, വ്രജേ, ഗോപ്യോ, യജ്ഞപത്ന്യസ്തഥാപരേ തേനാധീതശ്രുതിഗണാ. കേട്ടോളൂ.
ചിന്തിക്കാൻ വകയുണ്ട്. തേ അവരാരും നാധീതശ്രുതിഗണാഹ അവർക്ക് വേദങ്ങളോ ശാസ്ത്രങ്ങളോ ഇതിഹാസങ്ങളോ പുരാണങ്ങളോ ഒന്നും അറിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല. തേനാധീതശ്രുതിഗണാഹ ന അധീത ഒന്നും പഠിക്കാത്തവരാണ്. ശ്രുതിഗണങ്ങൾ, ശ്രുതി സമൂഹങ്ങൾ. നോപാസിത മഹത്തമാഹ വലിയ വലിയ ആൾക്കാരെ നോക്കി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗുരുകുലവാസം അനുഷ്ഠിച്ചിട്ടുള്ള ആൾക്കാരുമല്ല. അവ്രതാതപ്ത തപസഹ ധാരാളം വ്രതമോ തപമോ നിഷ്ഠയോ ഒക്കെ കൊണ്ട് നടന്നിട്ടുണ്ടോ? അതുമില്ല. കുബ്ജയ്ക്ക് എന്ത് നിഷ്ഠയ, എന്ത് വ്രത, എന്ത് തപസ്സ? ദിവസേന പാവം വയ്യാൻ്റെ വേച്ച് ആ കുറുക്കൂട്ടും കൊണ്ടുപോകും. കൊണ്ടുപോകുന്നത് ആർക്കാ? കംസൻ ഒരു മഹാത്മാവാന്ന് പറഞ്ഞുകൂടാ. അപ്പം സേവനം ചെയ്തിരുന്നത് ആരെയാ? ഏറ്റവും ദുഷ്ടനായിരിക്കുന്ന ഒരു ജീവനെയാ. എന്നിട്ടും കൂടി ആ കൃഷ്ണനോട് തോന്നിയിട്ടുള്ള സംഘത്തിന്റെ പേരിൽ പെട്ടെന്ന് മോക്ഷം കിട്ടി അവൾക്ക്. അവ്രതാതപ്ത തപസഃ സത്സംഗാൻ മാം ഉപാഗതാഹ സത്സംഗാത് മാം ഉപാഗതാഹ എന്നോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രം അവരെന്നെ പ്രാപിച്ചു. അവരുടെ മനസ്സിൽ വേറെ ഒരു വിചാരവും ഇല്ല, കൃഷ്ണൻ തന്നെ വേണം എന്നൊരൊറ്റ വിചാര. ആ സംഘത്തിൻ്റെ പേരിൽ ഞാൻ എങ്ങനെയുണ്ട് എന്നുള്ളതാണല്ലോ ചോദിക്കുക. ഞാൻ ആനായിട്ടിരുന്നാൽ എന്നോട് ആർക്ക് സ്നേഹം തോന്നിയാലും എൻ്റെ ഗുണമല്ലേ അവർക്ക് വരുള്ളൂ. ഞാനൊരു മുക്തനാണ്, അതുകൊണ്ട് അവർ മുക്തി നേടി. ഞാനൊരു ജ്ഞാനിയാണ്, അതുകൊണ്ട് അവർ ജ്ഞാനം കിട്ടി. ഞാൻ മംഗളസ്വരൂപിയ, അതുകൊണ്ട് അവർക്ക് മംഗളം കിട്ടി. തേനാധീതശ്രുതിഗണാഃ നോപാസിത മഹത്തമാഃ അവ്രതാതപ്ത തപസഃ സത്സംഗാൻ മാം ഉപാഗതാഃ കേവലേന ഹി ഭാവേന ഗോപ്യോ ഗാവോ നഗാ മൃഗാഃ യേന്യേ മൂഢധിയോ നാഗാഃ സിദ്ധാം മാം ഈയുരഞ്ജസാ. കേവലേന ഹി ഭാവേന, ഈ ഒരു വാക്ക് നിങ്ങൾ ഓർമ്മ വയ്ക്കൂ. ഒരു വരി, കേവലേന ഹി ഭാവേന, ഭാവബലം ഒന്നുകൊണ്ട് മാത്രം. ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിൽ തോന്നുന്ന ആ ആച്ചിൽ, മനസ്സിൽ തോന്നുന്ന ആ ഊഷ്മളത, അതിനാണ് ഭാവം എന്ന് പറയുക. It's a kind of an emotional attitude, that emotional link which they were able to generate, preserve and reinforce towards Krishna Paramatma. That was the only factor responsible for taking them further and further and making them merge with the Lord. Kevalena hi bhavena gopyo gavo nagaha mൃഗാഹ. ആ ഭാവബലം ഒന്നുകൊണ്ട് മാത്രം ഗോപികൾ, പശുക്കൾ, വൃക്ഷങ്ങൾ, യമാർജുന വൃക്ഷങ്ങൾ, വൃന്ദാവനത്തിലെ വൃക്ഷങ്ങൾ, ആ രണ്ട് വൃക്ഷങ്ങൾക്ക് മോക്ഷം കിട്ടിയത് നിങ്ങൾക്ക് അറിയാം. എന്ത്? ദേവകി ഒരല് പിടിച്ച് കെട്ടിയത് അരയാ. നല്ല സൗകര്യമായി കൃഷ്ണന് നടക്കാൻ. ഒരല് ഉരുട്ടിക്കൊണ്ടാ പോയപ്പോഴോ കുസൃതി വിദഗ്ധനാണല്ലോ, രണ്ട് മരം ഇങ്ങനെ നിൽക്കണു. ഒരല് ചെല്ലുമ്പോൾ തടുക്കുമെന്ന് തോന്നും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഒന്നങ്ങോട്ട് നടന്നിട്ട് നോക്കാം, മരത്തിനോ ബലം കൂടുതൽ എനിക്കോ എന്ന്. അങ്ങനെ നടന്നു പോയപ്പോൾ മരങ്ങളൊക്കെ പരണ്ടു വീണു, അവർക്ക് മോക്ഷവും കിട്ടി. അപ്പോൾ കിട്ടാത്തത് ആരാ? നഗാഹ മൃഗാഹ, അനവധി മൃഗങ്ങൾ, പശുക്കൾ. യേന്യേ മൂഢധിയോ നാഗാഹ, സർപ്പങ്ങൾ വരെ, കാളിയനടക്കം എല്ലാവരും. യേന്യേ മൂഢധിയോ, ഒക്കെ മൂഢബുദ്ധിയുള്ളവരാണ്. സിദ്ധാഹ മാം ഈയുരഞ്ജസ, അവരൊക്കെ സിദ്ധന്മാരായി എന്നെ പെട്ടെന്ന് പ്രാപിച്ചു. കേവലേന ഹി ഭാവേന ഗോപ്യോ ഗാവോ നഗ മൃഗാഹ യേന്യേ മൂഢധിയോ നാഗാഹ സിദ്ധാം മാം ഈയുരഞ്ജസ. ഇതിൽ അതിശയില്ല. 7-ാം സ്കന്ധത്തിൽ പ്രഹ്ലാദൻ സഹപാഠികളെ ഉപദേശിക്കുന്ന സമയത്ത് പറയാണ്, അസുര സന്താനങ്ങളെ നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കൂ. ശ്രീഹരിയെ പ്രീതിപ്പെടുത്താൻ ഒരു വിഷമവുമില്ല. അതിൽ നമ്മൾ ദേവന്മാരാവണം, ബ്രാഹ്മണരാവണം, സ്വർഗത്തിൽ ജനിക്കണം, അങ്ങനെയൊന്നുമില്ല. പഠിക്കണമെന്നൊന്നുമില്ല. അദ്ദേഹം അവസാനം പറയണത് എന്താ? നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജാഃ പ്രീണനായ മുകുന്ദസ്യ ന വിത്തം ന ബഹുജ്ഞത. ഇതൊക്കെ ഭാഗവതത്തിലുള്ള മർമ്മപ്രധാനമായിരിക്കുന്ന സന്ദേശങ്ങളാണ്. ന ദാനം ന തപോനേജ്യ ന ശൗചം ന വ്രതാനി ച പ്രീയതേ അമലയാ ഭക്ത്യാ ഹരിഃ അന്യദ്വിഡംബനം. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജാഃ. ഈ വക കാര്യങ്ങളെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നാ പറയണത്. ദ്വിജത്വം, ദ്വിജനായി ജനിക്കുക. ആരായി ദ്വിജന്മാര്? ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യന്മാര്. ഇവർക്കൊക്കെ വേദം പഠിക്കാനുമായിട്ടുള്ളൊരു ഉപവീത ധാരണമുണ്ട്. ഈ കേരളത്തിൽ വൈശ്യന്മാരേ ഇല്ല, ക്ഷത്രിയന്മാർ വളരെ ചുരുക്കം. അപ്പോൾ ഇവിടെ ആ വൈദിക സംസ്കാരം പൂർണ്ണമായിട്ട് നമുക്ക് അറിയില്ല. ആ തമിഴ്നാട്ടിലേക്ക് അങ്ങോട്ട് കടന്നു നോക്കൂ, അവിടെ ഈ ചെന്തൂര് തള്ളുന്ന ആശാരിമാർക്കും കൂടി ഉണ്ട് പോണത്.
സ്വർണം പണിയുന്ന തട്ടാന്മാരെ, കല്ല് പണിയുന്ന കൊല്ലന്മാരെ, ശില്പികൾ, ഇവർക്കൊക്കെ പൂണൂലുണ്ട് അവിടെ. ഒരു വലിയ അവകാശം അത്. ആ വൈദിക ജീവിതത്തിൻ്റെ ലക്ഷണമാണ്. ഇവിടെ പറയാണ്, നാലം ദ്വിജത്വം ദേവത്വം, ദ്വിജനായിത്തീരണം, ദേവനായിത്തീരണം, ഋഷിയായിത്തീരണം. വാ അസുരാത്മജാഹ, ഹേ അസുരപുത്രന്മാരെ, പ്രീണനായ മുകുന്ദസ്യ, മുകുന്ദനെ തൃപ്തിപ്പെടുത്താനോ പ്രീണിപ്പിക്കാനോ വേണ്ടി ദ്വിജനാകണമെന്നോ ദേവനാകണമെന്നോ ഋഷിയാകണമെന്നോ നിർബന്ധമില്ല. ന വിത്തം ന ബഹുജ്ഞത, കയ്യിൽ ധാരാളം പണം വേണം, യാഗയജ്ഞങ്ങളൊക്കെ നടത്തിക്കണം, ദക്ഷിണ കൊടുക്കണം, സാമാനങ്ങൾ സംഭരിക്കണം, അതിനൊക്കെ പണം വേണമല്ലോ. അതൊന്നും ആവശ്യമില്ല. ന ബഹുജ്ഞത, കുറേ ശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പഠിച്ച് സംസാരിക്കാനും പ്രസംഗിക്കാനും ഒക്കെ അറിയണമെന്നുണ്ടോ? ഇല്ല. ന ദാനം ന തപോനേജ്യ, ധാരാളം വാരിക്കൊടുത്ത് ദാനം കൊണ്ടാണ് നമുക്ക് കിട്ടുക, അങ്ങനെയുണ്ടോ? ഇല്ല. കഠിനമായ ഘോര തപസ് ചെയ്യണോ? അതും വേണ്ട. നേജ്യ, യജ്ഞയാഗങ്ങളോ വേണ്ട. ന ശൗചം ന വ്രതാനിജ, ശൗചം എന്ന് പറഞ്ഞാൽ ശുചിത്വം. അതിൻ്റെ പേരിൽ ദിവസേന 2 or 3 നേരം വസ്ത്രം മാറുക, അതൊക്കെ ഒന്നും സാധിച്ചില്ലെങ്കിലോ? ഒരു ദിവസം ഒരു കുളി കുളിച്ച് ഒരു വസ്ത്രം മാറാനേ പറ്റുള്ളൂ എന്നുള്ളവരായാലോ ഒരു വിരോധവുമില്ല. ന വ്രതാനിജ, അനവധി വ്രതങ്ങൾ അനുഷ്ഠിച്ചാലോ? വേണ്ട. പിന്നെ എന്താണ് ഉപകരിക്കുക ഈശ്വരനെ തൃപ്തിപ്പെടുത്താൻ? പ്രിയതേ അമലയാ ഭക്ത്യാ ഹരിഹി അന്യത് വിഡംബനം, മനസ്സ് നിർമ്മലമാവണം, നിഷ്കളങ്കമാവണം. ഭഗവാനോട് ഭഗവാൻ മാത്രമേ എനിക്ക് വേണ്ടൂ. പിന്നെ ഒരു സെമിക്കോളൻ ഇട്ടിട്ട് ഒരു കാര്യം കൂട്ടിച്ചേർക്കരുത്. നിങ്ങൾ കുട്ടി മകളെ വീട് ഇൻഷുറൻസ് പോളിസിക്ക് കൊടുക്കേണ്ട പണം ഒന്നും മിണ്ടരുത്. ഭഗവാൻ എന്നുള്ള ഒരു സമർപ്പണ ബുദ്ധി മാത്രമേ പാടുള്ളൂ. അവിടെ ഞങ്ങൾ പിന്നെയുള്ളതൊക്കെ നടന്നോളും. അമലയാ ഭക്തിയ, ആ മനസ്സിലെ ആഗ്രഹങ്ങളില്ലാതെ നിർമ്മലമാകുന്ന മനസ്സിൽ നിന്ന് നിർഗളിക്കുന്നതായ ഭക്തി ഉണ്ടല്ലോ, ആ ഭക്തി കൊണ്ട് ഹരിഹി പ്രിയതേ, പരമകല്യാണനിധിയായിരിക്കുന്ന ഹരി വളരെയധികം സന്തുഷ്ടനാകും, പ്രീതനാകും. അന്യത് വിഡംബനം, ബാക്കിയുള്ളതൊക്കെ വെറും കാട്ടിക്കൂട്ടൽ. എന്ത്? കാട്ടിക്കൂട്ടൽ, കാട്ടിക്കൂട്ടൽ. പ്രിയതേ അമലയാ ഭക്ത്യ ഹരിഹി അന്യത് വിഡംബനം. എഴുതി വച്ചോളൂ അവിടെ. പ്രിയതേ അമലയാ ഭക്ത്യ ഹരിരന്യത് വിഡംബനം. യംന യോഗേന സാഖ്യേന ദാനവ്രത തപോധ്വരൈഃ വ്യാഖ്യാ സ്വാധ്യായ സന്യാസൈഃ പ്രാപ്നുയാത് യത്നവാനപി. ശ്രീകൃഷ്ണൻ ഒന്നിനെയും വിടുന്നില്ല. സത്സംഗത്തിൻ്റെ മഹിമ പറയുന്ന സമയത്ത് ആ സത്സംഗത്തിന് തന്നെയാണ് എല്ലാവിധത്തിലും മുൻതൂക്കം. ബാക്കി എല്ലാവിധത്തിലുള്ള അഭ്യാസങ്ങളും അനുധാവനങ്ങളും ഒക്കെ താഴത്തേക്ക് പോയി. നോക്കൂ എന്താ പറയണത്. യം ന യോഗേന സാഖ്യേന ദാനവ്രത തപോധ്വരൈഹി, ആരെയാണോ യോഗം, യോഗം എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ രാജയോഗം, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നേരിട്ട് മനസ്സിനെയും ശ്വാസത്തെയും ബുദ്ധിയെയും ഒക്കെ നിയന്ത്രിച്ച് അന്തരാത്മാവിൽ ലയിപ്പിച്ച് ചേർക്കുന്നതാണ് എന്ത്? യോഗം. ആ യോഗം പ്രയോജനമില്ല എന്നാണ് പറയണത്. സാഖ്യേന ആത്മതത്വ വിചാരം, ആശയങ്ങളുടെ സഹായത്തോടുകൂടി ബുദ്ധിയെ കൊണ്ട് ചിന്തിപ്പിച്ച് ആലോചിപ്പിച്ച് അവസാനം അന്തിമ സത്യത്തിലേക്ക് എത്തിച്ചേരുന്നതായ ആ പ്രയാണത്തിനെയാണ്, അഭ്യാസത്തെയാണ് സാഖ്യയോഗം എന്ന് പറയുന്നത്. ആ സാഖ്യയോഗവും ദാനവ്രത തപോധ്വരൈഹി, ദാനം, വ്രതം, തപസ്, അധ്വരങ്ങൾ, യാഗങ്ങൾ, വ്യാഖ്യാ സ്വാധ്യായ സന്യാസൈഹി, വ്യാഖ്യാനം. പലർക്കും നിങ്ങൾക്ക് അറിയില്ല, ഒരു ശാസ്ത്രം എഴുതുക, എഴുതിയ ശാസ്ത്രങ്ങൾക്ക് വ്യാഖ്യാനം എഴുതുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സാധനയും ഒരു തപസ്സുമാണ്. പലതരത്തിലുള്ള തപസ്സുകളും വ്രതങ്ങളുമാണല്ലോ. ആ വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ടതാണ് ഒരു ശാസ്ത്രത്തിന് വ്യാഖ്യാനം എഴുതുക. ഇപ്പോൾ ഭാഗവതത്തിന് ശ്രീധരാചാര്യർ ശ്രീധരീയം എന്ന് പറഞ്ഞൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. പണ്ഡിറ്റ് ഗോപാലൻ നായർ അദ്ദേഹം ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതുകൂടാതെയും ചില അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളുമായിട്ട് വേറെയുണ്ട്. ഇവരൊക്കെ ഒരു ജീവിതത്തിൻ്റെ മുഴുവനും സമയം ഉപയോഗിച്ചാണ് അത് മുഴുവനും ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്തായി? ഒരു ജീവിതം മുഴുവനും സമർപ്പിതരായിട്ടാണ് അവരിത് മുഴുവൻ ചെയ്യുന്നത്. ആർക്കായി വ്യാഖ്യാനം എഴുതുന്നത്? ഭഗവാനും ഭഗവത് കാര്യങ്ങൾക്കും. അത് എളുപ്പമൊന്നുമല്ല. വലിയ 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 ഒരു തപസ്സും ഒരു വ്രതവുമാണ്. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടും കാര്യമില്ല എന്നാണ് പറയണത്. സ്വാധ്യായ, സ്വാധ്യായം, വേദങ്ങളൊക്കെ ഇങ്ങനെ അധ്യയനം ചെയ്ത് നല്ലപോലെ പഠിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിലും വേദം പഠിപ്പിക്കുന്നുണ്ട്. ആ കുട്ടികളൊക്കെ ധാരാളം ഇങ്ങനെ ചെല്ലും.
ഇപ്പോൾ കടവല്ലൂരിലൊക്കെ ഒരു അന്യോന്യം നടത്തുന്നുണ്ട്. പഠിച്ച സ്കോളർഷിപ്പിൽ എന്താ മുഴുവനും അറിയോ, കേട്ട മാത്രയിൽ ഇത്രാമത്തെ മന്ത്രം ഇന്നാ വരികയാണെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുമോ എന്നൊക്കെ പരിശോധിക്കാനുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതും അവിടെ നടക്കണു അന്യോന്യം. അങ്ങനെ പലതും ചെയ്താലും പ്രയോജനം നമ്മളെ ഈ ഉദ്ദേശമായിട്ടുള്ള ദർശനമുണ്ടാവില്ല. സന്യാസൈഹി, ഇനി പിന്നെ ചതുർത്ഥാശ്രമികൾ സന്യാസിമാർ, അവർ ലോകവ്യവഹാരങ്ങളും ലോകബന്ധങ്ങളും ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് തപസ് മാത്രം മതി, പരമാത്മചിന്തനം മാത്രം മതി, ശ്രവണം മനനം നിധിധ്യാസനം എന്ന് പറയുന്നത് മൂന്നേ ഉള്ളൂ. തത്വങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ മനനം ചെയ്യുക, അല്ലെങ്കിൽ ഒരിടത്ത് നിന്ന് ധ്യാനിക്കുക. ഇനി ഇതിലധികം കോൺസെൻട്രേറ്റഡ് ആയിട്ട് കേന്ദ്രീകൃതമായി എന്താ അഭ്യാസം ചെയ്യാനുള്ളത്? അതുകൊണ്ടും പ്രയോജനമില്ലാത്രേ. പ്രാപ്നുയാത് യത്നവാനപി, ഈ വക മാർഗങ്ങളിലൂടെ ഇവ അവലംബിച്ച് നല്ല പരിശ്രമം ചെയ്താൽ പോലും ആരെയാണോ കൈവരിക്കാൻ പ്രാപിക്കാൻ സാധിക്കാത്തത്. രാമേണ സാർദ്ധം മധുരാം പ്രണീതേ ശ്വാഭൽക്കിന മയി അനുരക്തചിത്താഃ വിഗാഠഭാവേന നമേ വിയോഗ തീവ്രാധയോന്യം ദദൃശുസുഖായ. ഇതുകൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് സാധിക്കുക? മുമ്പിൽ പറഞ്ഞതാണ് 8ാമത്തെ ശ്ലോകത്തിൽ. കേവലേന ഹി ഭാവേന, ആ ഭാവബലം ഒന്നുകൊണ്ടേ സാധിക്കൂ. ഈ ഭാവം എന്നുള്ളതിന് വലിയ അർത്ഥമാണ്. സാധാരണ ഒരു സുഭാഷിതമുണ്ട്. എന്താണത്? ന കാഷ്ഠേ വിദ്യതേ ദേവോ പാഷാണേ നൈവ മൃണ്മയേ ഭാവേ ഹി വിദ്യതേ ദേവഃ തസ്മാത് ഭാവോ ഹി കാരണം. ഒരു വിശേഷപ്പെട്ട ശ്ലോക. ന കാഷ്ഠേ വിദ്യതേ ദേവഃ. പലരും നിങ്ങൾ വിചാരിക്കും, എങ്ങനെയാ ഇങ്ങനെയുള്ള ശ്ലോകങ്ങൾ ഹിന്ദുക്കൾ എഴുതിയുണ്ടാക്കിയിരിക്കണേ? എവിടെ നോക്കിയാലും നമുക്ക് വിഗ്രഹാരാധനയാണ്. ഇപ്പോൾ കേരളത്തിൽ എത്ര ക്ഷേത്രങ്ങൾ ഉണ്ടാവും? 100 കണക്കിനുണ്ട്. വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് ദേവാരാധനയാണ് എല്ലാ സ്ഥലത്തും. എന്നാലും നമ്മുടെ ശാസ്ത്രകാരന്മാർക്ക്, സത്യം പറയുന്നവർക്ക് പറയാൻ ഒരു മടിയില്ല. ദേവൻ എന്ന് പറയുന്നത് കാഷ്ഠത്തിലല്ല, അത് ഒരു വിഗ്രഹത്തിൽ മരം കൊണ്ടുണ്ടാക്കിയതോ കല്ലുകൊണ്ടുണ്ടാക്കിയതോ ഒന്നിലും അല്ലാതെ, രുദ്രാക്ഷം ചന്ദനം എന്ന് പറയുന്ന മാലകളിലും അല്ല. പിന്നെ പാഷാണേനൈവ മൃണ്മയേ, ആ വിഗ്രഹം മണ്ണുകൊണ്ടുണ്ടാക്കിയതാവട്ടെ കല്ലുകൊണ്ടാവട്ടെ ദാരുബിംബമാകട്ടെ അതിലല്ല ദൈവം. പിന്നെ എവിടെയാ ദൈവം? ഭാവേഹി വിദ്യതേ ദേവഃ. ദേവൻ നിലനിൽക്കുന്നത് ഭാവത്തിലാണ്. ഭാവം എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്ന ഒരു തരത്തിലുള്ള ഊഷ്മളതയാണ് ഈ ഭാവം. അപ്പം ആ ഭാവം ഒന്നുകൊണ്ട് മാത്രം എന്നാണല്ലോ ഇവിടെ പറയുന്നത്. കേവലേന ഹി ഭാവേന തസ്മാത് ഭാവോ ഹി കാരണം. അതിനാൽ ഭാവം ഒന്ന് മാത്രമാണ് ഈശ്വരപ്രാപ്തിക്ക് കാരണം, ഹേതുവായിട്ടുള്ളത്. നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, തലകുത്തി മറിഞ്ഞാലും ഭാവമില്ലെങ്കിൽ നടക്കില്ല എന്ന്. ആ ഭാവത്തിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താ? കൃഷ്ണൻ തന്നെ പറയുന്നതാ. രാമേണ സാർദ്ധം മധുരാം പ്രണീതേ ശ്വാഭൽക്കിന മയി അനുരക്തചിത്താഃ. രാമേണ സാർദ്ധം, ജ്യേഷ്ഠൻ ബലരാമനോടുകൂടി മധുരാം പ്രണീതേ, മധുരയ്ക്ക് പോയി എത്തി ഞങ്ങൾ. ആരാ കൂട്ടിക്കൊണ്ടുപോയത്? ശ്വാഭൽക്കിന, അക്രൂരൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയതാ. കംസന്റെ ക്ഷണമനുസരിച്ച്. അന്ന് ചെറുപ്പമാണ് കൃഷ്ണന്, അധികം വയസ്സൊന്നും ആയിട്ടില്ല, 8-9 വയസ്സേ ആയിട്ടുള്ളൂ. ആ കൃഷ്ണനാണ് ബലരാമനോട് കൂടി അവിടെ ധനുർയാഗം നടത്തുന്നു എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി വിളിച്ചതാ. ചെന്നപ്പോഴോ അവിടെ കുവലയാപീഠം മല്ലന്മാരൊക്കെയാ. വിളിച്ചത് ക്ഷണത്തിൻ്റെ പേരിലാണ്. എന്നാൽ ഉദ്ദേശം എന്തായിരുന്നു? കൃഷ്ണനെ വധിക്കാൻ. അപ്പോൾ ശ്വാഭൽക്കിന, അക്രൂരൻ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ മധുരയ്ക്ക് അങ്ങോട്ട് പോയി. ആ കാര്യം അവിടെ ഇരിക്കട്ടെ, കംസന്റെ ഉദ്ദേശമോ ഇംഗിതമോ. ഇവിടെ സംഭവിച്ചത് എന്താ? അന്നേ വരെ കണ്ണിലുണ്ണിയായി കൂട്ടത്തിൽ രസിച്ചും കളിച്ചും ചിരിച്ചും നടന്നുകൊണ്ടിരുന്ന കൃഷ്ണൻ, അവരുടെ എല്ലാവിധത്തിലുള്ള ആകർഷണത്തിനും ഭാവബലത്തിനും കാരണമായിരിക്കുന്ന കൃഷ്ണൻ അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങോട്ട് പിന്നെ തിരിച്ചു വന്നിട്ടില്ല വൃന്ദാവനത്തിലേക്ക് കൃഷ്ണൻ. ഈ ഗോപസ്ത്രീകളെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രഭാസ തീർത്ഥത്തിൽ അവസാന കാലഘട്ടത്തിലാണ്. അതേവരെ സ്നേഹിച്ചിട്ടുള്ള ആ സ്നേഹഭാജനം അവിടുന്ന് പെട്ടെന്നാ പോയി. മൈ അനുരക്ത ചിത്താഹ, ഞാൻ ശരീരം കൊണ്ടങ്ങോട്ട് ഒഴിഞ്ഞാലും അവരുടെ മനസ്സിലുള്ള അനുരാഗം പോവാൻ കൂട്ടാക്കിയില്ല. ആ അനുരക്ത ചിത്തന്മാരായി തന്നെ അവർ തുടർന്നു. വിഗാഠഭാവേന, ആ അനുരാഗം കൊണ്ട് അവരുടെ ഭാവം വിഗാഠമായി തീർന്നു. വിഗാഠഭാവേന നമേ വിയോഗ തീവ്രാധയോ അന്യം ദദൃശുസുഖായ. കൃഷ്ണൻ പോയില്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വിയോഗം, മനസ്സിലാണെങ്കിൽ അനുരാഗം. അനുരാഗം ഇങ്ങനെ തളച്ചു മറിയണു. എന്നാൽ അനുരാഗം പ്രകടമാക്കാനുള്ള പ്രേമഭാജനം അവിടെ ഒട്ട് ഇല്ലതാനും. അപ്പം നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം എന്തുണ്ടായി. അപ്പം ആ അനുരാഗത്തിൻ്റെ ആഴം കൂടുകയാണ് ചെയ്തത്. വിഗാഠഭാവേന വിയോഗ തീവ്രാധയ
നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഭഗവാനെ ഭജിക്കുന്ന സമയത്ത് പലർക്കും ദുഃഖങ്ങൾ വരാറുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും, ഞാൻ ഇത്രയൊക്കെ ഭക്തി എനിക്ക് ഭഗവാന്റെ അടുത്ത് ഉണ്ടായിട്ടും ഈ ദുഃഖം എന്ന് പറയുന്നത് എന്തിനാ വരണത് എന്നൊരു ചോദ്യം. അപ്പോൾ ഈ വിരഹദുഃഖം വന്നാലോ? സർവ്വ ദുഃഖങ്ങളെയും കവച്ചു വയ്ക്കുന്നതാണ് വിരഹദുഃഖം. ഇവിടെ ഗോപസ്ത്രീകൾക്കുണ്ടായത് എന്താ? വിരഹം എന്ന് പറയുന്ന ദുഃഖമാണ് ഉണ്ടായത്. നിങ്ങൾക്ക് പുത്രദുഃഖമോ, ധനമില്ലാത്ത ദാരിദ്ര്യ ദുഃഖമോ, മറ്റു വേർപാടുകളോ അപമാനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വിരഹദുഃഖത്തിന് താഴെ എന്തും ഉള്ളൂ. അപ്പം ആ വിരഹദുഃഖം എന്ന് പറഞ്ഞാൽ ചൂള പോലെ അവരുടെ മനസ്സിനെ വേവിക്കുക. ആ സമയത്തും അവർക്കുള്ള അനുരാഗം കൂടിക്കൂടി വന്നതൊഴികെ കുറഞ്ഞില്ല. അതുപോലെ നിങ്ങളുടെ ഭക്തി ഉറക്കുകയേ ചെയ്യാൻ പാടുള്ളൂ. എത്ര ദുഃഖമുണ്ടെങ്കിലും ആപത്തുണ്ടെങ്കിലും അന്യായം അനുഭവിച്ചാലും ഡിനയൽസ് പലതും നമുക്ക് നിഷേധിക്കപ്പെട്ടു എന്നിരിക്കട്ടെ, ഭഗവാനോടുള്ള ഭക്തിക്ക് ആഴം കൂടുന്നതല്ലാതെ ഒരിക്കലും കുറയരുത്. അതേ, എനിക്കിത് കിട്ടിയില്ല, ഞാനൊരു ഭക്തനല്ലേ, എന്നിട്ടും ഭഗവാൻ എങ്ങനെ ഇങ്ങനെ കബളിപ്പിച്ചില്ലേ, പരീക്ഷിക്കണില്ലേ എന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്. ആ ഭക്തി എന്ന് പറയുന്നത് ഇങ്ങനെ വളർന്നുകൊണ്ട് തന്നെ ഇരിക്കണം. അതിന് ഈ വിരഹം എങ്ങനെ സഹായിക്കുന്നുവോ അതുപോലെ നിങ്ങളുടെ സാധാരണ ദുഃഖങ്ങൾ, ലൗകിക ദുഃഖങ്ങളൊക്കെ അത് സഹായിക്കുന്നതാണ്. വിഗാഠഭാവേന നമേ വിയോഗതീവ്രാധയോ, ഞാൻ വേർപെട്ടത് കൊണ്ട് അതിതീവ്രമായിരിക്കുന്ന ഒരു ദുഃഖം അവർക്കുണ്ട്. എന്നാലും അന്യം ദദൃശുസുഖായ, അതിനൊരു പോംവഴിയായിട്ട് അവർ വേറെ ഒന്ന് കണ്ടില്ല. കുറച്ച് നേരം ഒരു സിനിമ കണ്ടു കളയാം, അല്ലെങ്കിൽ ഒരു പ്രഷർ ട്രിപ്പിന് പൊയ്ക്കളയാം എന്നൊന്നും അവർ വിചാരിച്ചില്ല. ആ കൃഷ്ണനെ തന്നെ കൂടുതൽ ശക്തമായി, ആഴത്തോടുകൂടി, സമഗ്രമായി, സമ്പൂർണമായി, നിരന്തരമായി വിചാരിച്ച് അതിൽ തന്നെ ഒരു ഐക്യം പുലർത്തുന്നതല്ലാതെ അവർ വേറെ ഒന്നും ചെയ്തില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ ഈ പറഞ്ഞത്? ഇനി മിണ്ടിപ്പോവരുത്. ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തന് എന്തുകൊണ്ട് ഈ ദുഃഖം വന്നു എന്ന് നിങ്ങൾ ചോദിക്കരുത്. നിങ്ങൾക്ക് ഈ ദുഃഖം ഒന്നും വന്നില്ലെങ്കിലും വിരഹം എന്ന് പറയുന്ന ദുഃഖമാണ് അവസാനം ഭക്തന് നേരിടാനുള്ളത്. അത് ഇതിലൊക്കെ ശക്തി കൂടുതലാണ്. ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാൻ തോന്നുന്നു. ഞാനത് പറഞ്ഞാൽ കേൾക്കുന്നവരെങ്ങനെയൊക്കെ ധരിക്കും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. പറയുമ്പോഴല്ലേ അത് അറിയുള്ളൂ. അപ്പോൾ എങ്ങനെയായാലും പറഞ്ഞു കളയാം. ഈ ശ്ലോകം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുക, ഇവിടെ കൃഷ്ണൻ ഞാൻ എന്നിങ്ങനെ ഉത്തമ പുരുഷനിലാണ് പറയുന്നത്. എന്നോടുള്ള ഭക്തി അവരത് വിട്ടില്ല, ഞാൻ ഇങ്ങനെയാണ് പറയണത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ 8ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? സിദ്ധാമാം ഈയുരഞ്ജസ, ഈ ഗോപികളും പശുക്കളും മൃഗങ്ങളും വൃക്ഷങ്ങളും എല്ലാം തന്നെ എന്നെ പ്രാപിച്ചു എന്നാണ്. അവിടെ ഞാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. രാമേണ സാർദ്ധം എന്ന 10ാമത്തെ ശ്ലോകത്തിലോ അതിലും നമേ വിയോഗ തീവ്രാധയോന്യം ദദൃശുസുഖായ, ഞാനല്ലാതെ വേറെ ഒന്നും, എന്നെ അല്ലാതെ വേറെ ഒന്നും അവർ കണ്ടില്ല എന്ന്. അവിടെയൊക്കെ ഉത്തമ പുരുഷൻ പറഞ്ഞതിന് ശേഷം ഈ 9ാമത്തെ ശ്ലോകത്തിൽ മാത്രം എന്താ ഒരു പ്രഥമ പുരുഷ പരാമർശം അവിടെ? യം നയോഗേന സാഖ്യേന ദാനവ്രത തപോധ്വരൈഃ വ്യാഖ്യാ സ്വാധ്യായ സന്യാസൈഃ പ്രാപ്നുയാത് യത്നവാനപി. ആരെയാണോ വളരെ യത്നം ചെയ്താലും വ്യാഖ്യാനം, സ്വാധ്യായം, സന്യാസം, ദാനം, വ്രതം, തപസ്, അധ്വരം, യോഗം ഇങ്ങനെ ഒന്നുകൊണ്ടും പ്രാപിക്കാൻ പറ്റാത്തത് ആ ആളെന്ന് ഇങ്ങനെ തേർഡ് പേഴ്സണൽ റെഫറൻസ് കൊടുത്തത് എന്താ? എനിക്ക് തോന്നുക ആ ശ്ലോകം ആരെങ്കിലും ഇതിൽ കൂട്ടിച്ചേർത്തതാവും. അല്ലെങ്കിൽ കൃഷ്ണൻ ഞാൻ എന്ന് പറയുന്ന ആള് 3ാമത്തെ ഒരാളെ സൂചിപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല അവിടെ. ഞാനിത് പറയുമ്പോൾ ഒക്കെ ഭാഗവതാണ് കേട്ടോ. അപ്പോൾ ഭാഗവത പ്രിയന്മാർ പറയും, സ്വാമിജി എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. ഒരു വിരോധമില്ല, നിങ്ങൾ പറഞ്ഞോളൂ. സ്വാമിജിക്ക് പറയാനുള്ളത് പറയാം. ആ പറയാനുള്ളത് ഈ ഭാഗവത ശാസ്ത്രത്തിന് നോക്കി ആർക്ക് വേണമെങ്കിൽ പറയാം. എന്തു തന്നെ പറഞ്ഞാലും ശരിയാ. ശിശുപാലൻ എന്ത് ചെയ്തു? കൃഷ്ണനെ കുറ്റം പറഞ്ഞേ ഉള്ളൂ. എന്നിട്ടുണ്ടായത് എന്താ? മോക്ഷ. അപ്പോൾ ഭാഗവതം എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ ലൈസൻസ് കൊടുത്തിരിക്കുക. എന്തിനാ ഞാനിത് പറയണേന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഭാഗവത ശാസ്ത്രം അതിനൊരു സമഗ്രതയുണ്ട്. അതിനെ അപഗ്രഥിക്കുന്ന സമയത്ത് അതിലെല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു സംയുക്തത അതിൽ മനസ്സിലാക്കണം. ആ സംയുക്തതയ്ക്ക് വിരോധമായി എന്തെങ്കിലും നുഴഞ്ഞു കയറിയാൽ മനുഷ്യരത് സമ്മതിക്കില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. നൂറ്റാണ്ടുകളും ആയിരാണ്ടുകളുമായി നിലനിൽക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രം. അതിൽ ഓരോരുത്തരും ഇഷ്ടം പോലെ ഓരോന്നങ്ങൾ എഴുതി ചേർത്താൽ അത് ബുദ്ധിയുള്ളവരോ ഭക്തിയുള്ളവരോ അത് സ്വീകരിച്ചോളണമെന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ ഇതിലൊരു ചെറിയ പൊരുത്തക്കേട് ഇവിടെ കാണുന്നുണ്ട്. എന്താ പൊരുത്തക്കേട്? മുമ്പിലത്തെ ശ്ലോകത്തിലും മാമീയുഹു എന്ന് പറഞ്ഞു, പിന്നിലത്തെ ശ്ലോകത്തിലും പറഞ്ഞു നമേ വിയോഗ തീവ്രാധയോന്ന്. അതിൻ്റെ ഇടയിൽ യംനയോഗേന സാഖ്യേന എന്നിങ്ങനെ തേർഡ് പേഴ്സണിൽ പ്രഥമ പുരുഷനിൽ പറയേണ്ട ആവശ്യം എന്താ?
ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, അറ്റ്ലീസ്റ്റ് അറിവുള്ളവർ. താസ്താക്ഷപാ പ്രേഷ്ഠതമേന നീത മയൈവ വൃന്ദാവന ഗോചരേണ ക്ഷണാർദ്ധവത്താഹ പുനരംഗതാസാം ഹീനാമയ കൽപ്പസമാബഭൂ. ഈ ശ്ലോകത്തിന് ഞാൻ എങ്ങനെ അർത്ഥം പറയണം? ആ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് എന്താ? എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിനെ തൊട്ടുകൊണ്ട് ഇതിന് വ്യാഖ്യാനമോ വിവരണമോ നൽകുക? താസ്താഹ ക്ഷപാഹ പ്രേഷ്ഠതമേന നീതാഹ മയൈവ വൃന്ദാവന ഗോചരേണ. ആ ഗോപസ്ത്രീകൾക്ക് എന്നോട് വല്ലാത്തൊരു സ്നേഹമായിരുന്നു, അനുരാഗമായിരുന്നു. പ്രത്യേകിച്ചും അവിടെ കുമാരിമാർ എന്തു ചെയ്തു? അവർ ഒരു കാത്യായനി വ്രതം അനുഷ്ഠിച്ചു. അതിൽ അവരുടെ ആവശ്യം എന്തായിരുന്നു? കൃഷ്ണനെ ഞങ്ങൾക്ക് പതിയായിട്ട് കിട്ടണമെന്ന്. അവസാനം ഞാൻ അവിടെ ചെന്നു. അവർ വസ്ത്രമൊക്കെ കരയിൽ അഴിച്ചു വെച്ചിട്ടാണ് കുളിച്ചുകൊണ്ടിരുന്നത്. അത് ശരിയല്ല എന്ന് തോന്നി വസ്ത്രം കൊണ്ടുപോയി എല്ലാവരും കൂടി നഗ്നകളായി വന്നു. എന്നോട് ചോദിച്ചു, ഞാൻ കൊടുത്തു. എന്നിട്ടും അവർ പോവാൻ കൂട്ടാക്കാതെ നിന്നപ്പോൾ ഞാൻ ശരത്കാലത്തെ രാത്രിയിൽ നിങ്ങളോടുകൂടി രമിച്ചോളാം എന്നൊരു വാഗ്ദത്തം കൊടുത്തപ്പോഴാണ് എല്ലാവരും മടങ്ങിപ്പോയത്. ആ വാഗ്ദത്തിനനുസരിച്ച് ഞാൻ പുല്ലാങ്കുഴൽ വിളിച്ചു. അപ്പോൾ അവർ വരും. അവരുടെ കൂടെ വേറെ പോലെ സ്ത്രീകളും വന്നുപോയി. അപ്പോൾ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് വരണ്ടാന്ന് പറയുക? ഭക്തി കൊണ്ട് വരുമ്പോൾ. അങ്ങനെ ആ അർദ്ധരാത്രിക്ക് വൃന്ദാവനത്തിൽ നാം കഴിച്ചു കൂട്ടിയല്ലോ ചില രാത്രികൾ. ആ കഴിച്ചു കൂട്ടിയത് ആരാ? അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റയും അവർ പലരുമാണ്. ആ എല്ലാവരും താസ്താഹ, അവർ ഓരോരുത്തരും പ്രേഷ്ഠതമേന നീതാഹ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രേഷ്ഠൻ, പ്രിയതമൻ, ആ പ്രീതമനോടുകൂടി ക്ഷപാഹ, രാത്രികൾ കഴിച്ചുകൂട്ടിയത്. മയൈവ വൃന്ദാവന ഗോചരേണ, ആ വൃന്ദാവനത്തിൽ കഴിച്ചുകൂട്ടിയല്ലോ. ക്ഷണാർദ്ധവത്താഹ, രാത്രി മുഴുവനും എന്ന് പറയട്ടെ, ഒന്നിലധികം രാത്രികൾ അവരോടുകൂടി ചെലവ് ചെയ്തു. ആ ചെലവ് ചെയ്ത രാത്രികൾ മുഴുവനും അവർക്ക് ക്ഷണം പോലെ തോന്നിയത്രേ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഭാഗവതമാണത് കേട്ടോ, ശാസ്ത്രം. കൃഷ്ണൻ എന്തു പറഞ്ഞിട്ടാ തുടങ്ങിയത്? യദിദം മനസാവാച ചക്ഷുർഭ്യാം ശ്രവണാദിഭിഹി നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. ഇവിടെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ നിങ്ങൾ എന്തെല്ലാം ഗ്രഹിക്കുന്നുണ്ടോ, പുറമേ, പുറത്താണ്, സ്ഥൂലമാണ് എന്ന് പറഞ്ഞ് ഭൂമി അടക്കമുള്ള പഞ്ചഭൂതങ്ങൾ, നക്ഷത്രാദി ഗോളങ്ങൾ എന്തൊക്കെയുണ്ടോ ഇത് മുഴുവനും നിങ്ങൾ മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും വാക്കുകൊണ്ടുമൊക്കെ പരാമർശിച്ചും ഗ്രഹിച്ചുമാണ് പറയുന്നത്. അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും വിദ്ധി മായാ മനോമയം. ഇത് മനോമയമാണ്. മനസ്സ് വിട്ടൊരു നിലനിൽപ്പ് ഇതിനില്ല. മനസ്സിലാണ് ഇത് മുഴുവൻ ഉണ്ടാവുന്നത്, മനസ്സാണ് ഇത് മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇത് മായയുമാണ്, വാസ്തവികമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ ഉദ്ധവന് ഉപദേശിക്കാൻ തുടങ്ങിയത്. ആ ശ്ലോക ഷഡ്കത്തിൽപ്പെട്ടതാണ് ഈ ശ്ലോകം. അതൊന്ന് ഓർമ്മ വെച്ച് നോക്കൂ, ഇവിടെ എന്താ പറയുന്നത് എന്ന്. ആ മനസ്സിൻ്റെ ശക്തിയാണ് പറയുന്നത്. ആ മനസ്സിൻ്റെ ശക്തി, അവരുടെ മനസ്സിലുള്ള തീവ്രത കൊണ്ട് എന്നെ കാണാൻ അഭിലഷിച്ചുകൊണ്ട് ഞാൻ പുല്ലാങ്കുഴൽ വിളിച്ച് അവരെല്ലാവരും കൂടി വന്ന് രാത്രിയിൽ മണിക്കൂറുകളോളം ചെലവ് ചെയ്തപ്പോഴും അവർക്കത് ക്ഷണമായി തീർന്നു അത്രേ. അത്ര സമയം നീളമൊന്നും ഉണ്ടായില്ല. എങ്ങനെയത്? 12 മണിക്കൂർ മുഴുവൻ ഇല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ കൂട്ടുക. 8 മണിക്കൂർ കൃഷ്ണനോട് കൂടി ചെലവ് ചെയ്തത് ക്ഷണാർദ്ധവത്താഹ, അരക്ഷണം പോലെ അവർക്ക് തോന്നി. അങ്ങനെ 8 മണിക്കൂറിനെ അരക്ഷണമാക്കിയത് എന്താ? ബാഹ്യവസ്തുക്കളോ അതോ ആന്തരമായിരിക്കുന്ന മനസ്സോ? മനസ്സാണത് മുഴുവനും. അതുപോലെ തന്നെ പുനരംഗതാസാം ഹീനാമയ കൽപ്പസമാബഭൂ. അന്ന് എന്നോടുകൂടി വൃന്ദാവനത്തിൽ കാട്ടുകളിൽ ചെലവ് ചെയ്ത സമയം ക്ഷണമായി തീർന്നു. ഞാൻ അവിടുന്ന് വന്നപ്പോഴോ അവർക്ക് കൽപ്പസമമായി തീർന്നു ഓരോ ദിവസവും. ഇപ്പം രണ്ടും മനസ്സ് വരുത്തുന്നതാണ്. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. കൃഷ്ണൻ അടുത്തുള്ളപ്പോൾ ക്ഷണങ്ങളായി, കൃഷ്ണൻ ദൂരത്ത് പോയപ്പോഴോ ഓരോ ദിവസവും ബ്രഹ്മാവിൻ്റെ ഓരോ കൽപ്പമായി അങ്ങോട്ട് വർദ്ധിച്ചു. ഹീനാമയ കൽപ്പസമാബഭൂ. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? മനസ്സിൻ്റെ കോലാഹലമാണിത് മുഴുവനും. ബാഹ്യവസ്തുക്കൾക്ക് സ്വന്തമായ നിലനിൽപ്പില്ല. ബാഹ്യവസ്തുക്കൾ ഉണ്ടെന്നും അവ ഇന്ന പ്രകാരമാണെന്നും കാണിച്ചു തരുന്നതും പറയുന്നതും എല്ലാം തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സുമാണ്. അപ്പം മനസ്സിൽ അധിഷ്ഠിതമായിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. എന്താ, മറന്നോ ഇതൊക്കെ പറഞ്ഞത്? അതൊക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു മിക്കവാറും നിങ്ങൾ മറന്നിട്ടുണ്ടാവും. കൃഷ്ണൻ തുടങ്ങിയിട്ടുള്ളത് അവിടെ നിന്നാണ്. വിദ്ധി മായാമനോമയം. ഇത് മുഴുവനും
മായയാണ്, മനോമയമാണ്. മനോമയമാണ്. ഈ ലോകത്തിലുള്ള ദ്രവ്യങ്ങൾ എത്ര സ്ഥൂലമായി തോന്നിയാലും അവയുടെ സ്ഥൂലത്വമടക്കം അസംഖ്യത്വം എല്ലാം തന്നെ മനസ്സ് രചിക്കുന്നതാണ്. താനാവിതന്മയി അനുഷംഗബദ്ധ ധിയസ്വമാത്മാനമധസ്തഥേദം യഥാ സമാധൗ മുനയോബ്ധിതോയേ നദ്യഃ പ്രവിഷ്ട ഇവ നാമരൂപേ. ദാർശനിക ഭാഗമാണത് മുഴുവനും. ദാർശനികം ഉദ്ധവനോട് പറയുകയാണ്. ഉദ്ധവൻ്റെ മനസ്സിലുള്ള കോലാട്ടങ്ങളാണ് അവിടെ മുഴുവനും. ഉദ്ധവന് ദ്വാരകയും സ്വന്തം കുടുംബത്തെയും വിട്ടു പോകാൻ സാധിക്കുന്നില്ല. അതിനുള്ള കാരണം എന്താ? കുടുംബമോ ദ്വാരകയോ ആണോ, അതോ ഉദ്ധവൻ്റെ മനസ്സോ? നല്ല പോലെ ആലോചിച്ച് പറയൂ. നിങ്ങൾക്ക് എന്തിനോടെങ്കിലും സ്നേഹം തോന്നുന്നത് ആ വസ്തു അവിടെ ഉള്ളതിനാലോ അതോ നിങ്ങളുടെ മനസ്സിന് സ്നേഹിക്കണം എന്ന് ആവശ്യപ്പെടുന്നതിനാലോ? ഇവിടെ സ്നേഹം എവിടുന്നാണ് പുറപ്പെടുന്നത്? നമ്മുടെ മനസ്സിൽ നിന്ന്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഉറവിടം നമ്മുടെ മനസ്സാണ്. ആ ഉറവിടത്തിൻ്റെ പ്രകടനമാണ് സ്നേഹം. എന്നിട്ട് നിങ്ങൾ പറയണത് എന്താ? എനിക്ക് അതിനോടാ സ്നേഹം, അതാണ് എൻ്റെ സ്നേഹത്തിൻ്റെ കാരണമെന്ന്. അതല്ല, എൻ്റെ മനസ്സാണ്. താനാവിതൻ മൈ അനുഷംഗബദ്ധധിയ സ്വമാത്മാനമധസ്തഥേദം. ആ വൃന്ദാവനത്തിലുള്ള സ്ത്രീകൾ ന അവിതൻ, അവർ മനസ്സിലാക്കിയില്ല. എന്ത് മനസ്സിലാക്കിയില്ല? ആത്മാനമധസ്തഥേദം. താൻ എന്നോ വൃന്ദാവനമെന്നോ നമ്മുടെ പ്രദേശങ്ങൾ ബാക്കിയുള്ളവരെന്നോ ഒന്നും അവർ മനസ്സിലാക്കിയില്ല. മൈ അനുഷംഗബദ്ധധിയ. എന്താ കാരണം? എന്നിൽ അനുഷംഗബദ്ധധിയ, എന്നിൽ അവർക്ക് തോന്നിയ സംഘം, ചേർച്ച. ആ ചേർച്ചയിൽ ബദ്ധമായി കെട്ടിയിട്ടു മനസ്സിനെ. അപ്പോൾ കൃഷ്ണമയമായി അവരുടെ മനസ്സ് എന്നുള്ളതിനാൽ ആ കൃഷ്ണമയത്വത്തിൽ ഞാനെന്നോ നീയെന്നോ അവനെന്നോ അവളെന്നോ ഇവനെന്നോ ഒരു വ്യത്യാസം അവരുടെ മനസ്സിലുണ്ടായില്ല. നിങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടോ? പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എന്ന്. ഇവിടെ പറയണത് ഒരു ചരിത്രമാണ്. പക്ഷെ ആ ചരിത്രത്തിലുള്ള സന്ദേശം എന്താ? ആ കൃഷ്ണൻ എന്ന് പറയുന്ന കൃഷ്ണപരമാത്മാവോട് അവരുടെ മനസ്സിൽ തോന്നിയ സംഘമുണ്ടല്ലോ, ആ സംഘം സത്സംഗത്തിൻ്റെ വിശേഷം വർണ്ണിക്കുകയാണ്. സംഘരൂപത്തിലാണ് അവർക്ക് കൃഷ്ണനോട് അടുപ്പം. അല്ലാണ്ട് കൃഷ്ണനെ വലിയ സ്തുതികളും ഗീതങ്ങളും ഒക്കെ പറഞ്ഞ് പാടി ആരാധിക്കുകയല്ല, വേദങ്ങൾ ചൊല്ലി ആരാധിക്കുകയല്ല, വേദലക്ഷാർച്ചനയൊന്നും അല്ല അവിടെ. അവരുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള സംഘമാണ്. ആ സംഘത്തിൻ്റെ പേരിൽ എന്തുണ്ടായി? താനാവിതൻ സ്വമാത്മാനമധസ്തഥേദം. തന്നെ, താൻ എന്നുള്ളൊരു തോന്നലോ അത് അവൻ ഇവൾ അവൾ എന്നുള്ള വ്യത്യാസബുദ്ധിയോ ഒന്നുമില്ലാതെയായി തീർന്നു അവരുടെ മനസ്സിൽ. ഏതുപോലെ? യഥാസമാധൗ മുനയോബ്ധിതോയേ. മഹർഷിമാരും തപസ്വികളും എന്തു ചെയ്യും? ധ്യാനിക്കും. ധ്യാനം സഫലമാകുന്നത് എപ്പോഴാണ്? ധ്യാനിക്കുന്ന മനസ്സ്, ആ മനസ്സിൽ നിന്ന് ഉയരുന്ന വൃത്തികൾ, വ്യാപാരങ്ങൾ, അതിൻ്റെ ഫലമായി പരിണത ഫലമായി ഉണ്ടാകുന്ന ചിന്തകൾ, ആ ചിന്തകളോട് നമുക്ക് തോന്നുന്ന ആകർഷണ വികർഷണങ്ങൾ, ഇതൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിൽ നിന്ന് പുറപ്പെടുക. അങ്ങനെയുള്ള ഒന്നിനോടും അവർക്കൊരു കുഴപ്പമുണ്ടായില്ല. അതിനെയൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുവന്ന് മഹർഷിമാർ ഏകചിത്തത വരും. ഒരേ ഒരു അനുസന്ധാനമാവും അവരുടെ മനസ്സിൽ. ആ അനുസന്ധാനം ഉറച്ചു കഴിഞ്ഞാൽ അതും ലയിച്ചില്ലാതെയാവും. അങ്ങനെ സമാധി എന്ന് പറയുന്ന നില വരും. ആ സമാധിയിൽ മഹർഷിമാരുടെ മനസ്സ് എങ്ങനെ ചെന്നപ്പെടുന്നുവോ അതേമാതിരി ഈ ഗോപസ്ത്രീകളുടെയും മനസ്സിൽ ബാക്കിയുള്ള വിചാരങ്ങളെല്ലാം അസ്തമിച്ച് കൃഷ്ണമയത്വം, ആത്മമയത്വം മാത്രമായി. യഥാസമാധൗ മുനയോബ്ധിതോയേ. ഇപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മഹർഷിമാരും തപസ്വികളും ഒരിടത്തിരുന്ന് ധ്യാനിച്ച് ആ ധ്യാനം സമാധിയിൽ ചെന്ന് കലാശിക്കുന്നത് പോലെയാണ് കൃഷ്ണനോട് തോന്നുന്ന സംഘം ഈ ഗോപസ്ത്രീകളെ എല്ലാവരെയും സമാധിസ്ഥരാക്കി തീർത്തത്. ആ ഒരൊറ്റ ഫലമാണ് രണ്ടുപേർക്കും. മുനയോ അബ്ധിതോയേ സദ്യപ്രവിഷ്ട ഇവ നാമരൂപേ. അനവധി പുഴകളാണ് ലോകത്തിൽ. പല പർവ്വതങ്ങളിൽ നിന്നുമാണ് തുടങ്ങുന്നത്, പല മാർഗങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. അവസാനം അത് സമുദ്രത്തിൽ വന്ന് ചേരുന്നതോടുകൂടി സർവ്വ പുഴകളുടെയും നാമവും രൂപവും ആകൃതിയും ഒക്കെ പോയി എല്ലാം സമുദ്രജലമായി തീരുന്നു. അതേമാതിരിയാണ് എല്ലാ ചിന്തകളും അസ്തമിച്ച് ചിന്തകൾ എവിടുന്ന് തുടങ്ങുന്നുവോ ആ വിചിന്തനം ചെയ്യുന്ന പൊരുൾ അല്ലെങ്കിൽ ചിന്തകൻ അവിടെ ചെന്ന് ചേരുന്നത്. അതുപോലെയാണ് ഇവർക്കുണ്ടായത്. ഈ സമാധി എന്ന് പറയുന്ന ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണത്? യഥാസമാധൗ മുനയഃ. എന്താണ് ഈ സമാധി? നിങ്ങൾക്കും അറിയണ്ടേ? കുറച്ചൊന്ന് വിവരിക്കാം, കേട്ടോളൂ. അപരോക്ഷാനുഭൂതിയിൽ അപരോക്ഷ അനുഭൂതി, അതൊരു നല്ല ഗ്രന്ഥമാണ്, ശങ്കരാചാര്യർ രചിച്ചിട്ടുള്ളതാണ്. ഡയറക്റ്റ് റിയലൈസേഷൻ ഓഫ് ദ സോൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അതിൽ അദ്ദേഹം
15 അംഗങ്ങളുള്ള സാധന ഞാൻ വിവരിക്കാം എന്ന് പറഞ്ഞ് അതിൽ ധാരണ, ധ്യാനം, സമാധി എന്നൊക്കെ വരും. അതിൽ ആ സമാധിയിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് കേട്ടോളൂ. എന്ത്? നിർവികാരതയാ വൃത്യ ബ്രഹ്മാകാരതയാ പുനഃ വൃത്തിവിസ്മരണം സമ്യക് സമാധിർ ജ്ഞാനസംജ്ഞകഃ. പലരും വിചാരിക്കും ഈ ധ്യാനം ഇന്നിവിടെ ധ്യാനം ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറയാത്തവർ വളരെ ചുരുങ്ങും. അപ്പോൾ ധ്യാനം ഒരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആയിരിക്കുക അപ്പോൾ അവിടെ. പക്ഷെ എന്താണ് വാസ്തവത്തിൽ ഈ ധ്യാനം? മനസ്സിനെ ശുദ്ധമാക്കുന്നത്, മനസ്സിലുള്ള ആഗ്രഹങ്ങളെ ഉന്മൂലനം ചെയ്യുന്നത്, മമതയും അഹങ്കാരവും തേഞ്ഞില്ലാതെയാവണം. അതാണ് ധ്യാനം കൊണ്ടോ മറ്റു പ്രകാരത്തിലോ നാം നേടാൻ ഉദ്ദേശിക്കുന്ന പവിത്രത. ഇതാണ് നമുക്ക് ആവശ്യം. അതിനെന്താണ് പരിശീലനം? നിർവികാരതയാ വൃത്യ ബ്രഹ്മാകാരതയാ പുനഃ. ബ്രഹ്മം എന്ന് പറയുന്നത് എന്താ? സർവം ബ്രഹ്മമയം ജഗത്. ഈ ജഗത്ത് മുഴുവനും ബ്രഹ്മമയമാണ്. ആ ബ്രഹ്മത്തെക്കുറിച്ച് ബ്രഹ്മാകാരമായിട്ട് മനസ്സിനെ കൊണ്ട് ചിന്തിപ്പിക്കുക. എന്താ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിലുള്ളത് മുഴുവൻ ബ്രഹ്മമാണല്ലോ. എല്ലാം ബ്രഹ്മമാണെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്താ? ബ്രഹ്മം. എൻ്റെ പുറത്തെന്താ? ബ്രഹ്മം. ഞാനോ ബ്രഹ്മം. അങ്ങനെ ബ്രഹ്മൈവാഹമസ്മി. ഞാൻ വാസ്തവത്തിൽ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല. ഇവയ്ക്കെല്ലാം അധിഷ്ഠാനമായിരിക്കുന്ന സത്തയായിരിക്കുന്ന ചേതനാവിശേഷമാണ്. അതിനെയാണ് ബ്രഹ്മം, ആത്മാ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതാണ് ഞാൻ എന്നുള്ള ആ വൃത്തി അഭ്യസിച്ച് നിർവികാരതയാ വൃത്തിയ. അത് അഭ്യസിക്കുന്ന സമയത്ത് മനസ്സിന് വികാരം, ച്യുതികളൊന്നും വരരുത്. ബ്രഹ്മാകാരതയാ പുനഃ. ഈ പ്രപഞ്ചത്തിലുള്ള വിഷയത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ഒരു പ്രത്യേകം രൂപമുള്ള ദൈവത്തെയും കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ഈ ബ്രഹ്മം എന്നുള്ള ഒരു സങ്കല്പം, അധിഷ്ഠാനമായിരിക്കുന്ന ആ സർവവ്യാപകമായിരിക്കുന്ന സത്താവിശേഷം, അതിനെക്കുറിച്ച് ആലോചിച്ച് ആ വിചാരം അനുസന്ധാനം ചെയ്യുമ്പോൾ അതിൽ വികാരമോ ഒരു വിക്ഷേപമോ ഇല്ലാതെ ആയി തീർന്നാൽ എന്തുണ്ടാവും? വൃത്തിവിസ്മരണം സമ്യക്. വളരെ ശ്രദ്ധിച്ചു കേട്ടോളൂ. വൃത്തിവിസ്മരണം സമ്യക്. ഈ ബ്രഹ്മവൃത്തി അതുപോലും ഇല്ലാതെയായിത്തീരും. പല വിധത്തിലുള്ള ചിന്തകൾ മാറി ബ്രഹ്മചിന്തനം മാത്രമാവും. അവസാനം ബ്രഹ്മചിന്തനവും ഇല്ലാതെയായി അസ്തമിച്ച് ലയിച്ചങ്ങോട്ട് പോകും. ഒരു പുഴ സമുദ്രത്തിൽ വന്ന് ലയിച്ച് സമുദ്രമായി തീരുന്നത് പോലെ. വൃത്തിവിസ്മരണം സമ്യക് സമാധി ജ്ഞാനസംജ്ഞകഃ. അങ്ങനെയുള്ള ആ നിലയാണ് ജ്ഞാനം എന്ന് പേര് പറയുന്ന സമാധി. സമാധി എന്ന് പറയുമ്പോൾ പലരും സമാധിയാവും. ഈ സമാധി എന്നുള്ള വാക്ക് പത്രക്കാർ പ്രത്യേകിച്ചും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുമില്ല, കൈകാര്യം ചെയ്യണമില്ല. ഏതെങ്കിലും ഒരു സന്യാസി ദേഹം വിട്ടാൽ അവർ പറയും സമാധിയായി. സമാധിയല്ല ആയത്, മഹാസമാധിയായി എന്ന് പറയണം. സമാധി എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ പരിശീലിക്കുന്നതും കൈവരുന്നതുമാണ്. ധ്യാനത്തിൻ്റെ പരിസമാപ്തിയാണ് സമാധി. ആ സമാധി ഒരു പരിശീലനമാണ്. അത് ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്കുണ്ടാവുക. ശരീരം വീഴുന്നതോടുകൂടി ഈ സമാധി പരിശീലിക്കാനുള്ള ആ ഒരു മാധ്യമം തന്നെ പോയി ശരീരം. അപ്പം അതിനെ മഹാസമാധിസ്ഥനായി എന്നാണ് പറയേണ്ടത്. അത് പത്രക്കാരെന്താ, അവരുടെ രാജ്യമാണല്ലോ, അടിച്ചു വിട്ടു സമാധിയായി എന്ന്. ഈ വാക്ക് ഉപയോഗിക്കാമോ ഉപയോഗിക്കാൻ പാടില്ലേ എന്നൊന്ന് പരിഗണിക്കണം. നല്ല പത്രക്കാരതൊക്കെ ആലോചിച്ചിട്ടേ എഴുതുള്ളൂ. എന്താ ഈ കാര്യത്തിൽ അവർക്ക് കുറച്ചും കൂടിയും പ്രബോധം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഈ സമാധി എന്ന് പറയുന്നത് ഒരു പരിശീലനമാണ്. അതെങ്ങനെയാണ് ഉണ്ടാവുക? മാണ്ഡൂക്യ ഉപനിഷത്തിന് ഗൗഡപാദര് കാരിക എഴുതിയിട്ടുണ്ട്. ആ കാരികയിൽ 4 പ്രകരണമാണ്. ആഗമപ്രകരണം, വൈദഗ്ധ്യപ്രകരണം, അദ്വൈത പ്രകരണം, അലാതശാന്തി പ്രകരണം എന്ന് 4 പ്രകരണങ്ങളാണ്. അതിൽ അദ്വൈത പ്രകരണത്തിൽ നിന്ന് ഒരു ശ്ലോകം ഞാൻ ചൊല്ലി അർത്ഥം പറയാം. യദാനലീയതേ ചിത്തം നച വിക്ഷിപ്യതേ പുനഃ അനിംഗനമനാഭാസം നിഷ്പന്നം ബ്രഹ്മതത്തദാ. എന്താ അതിനർത്ഥം? നമ്മളിങ്ങനെ ധ്യാനത്തിലിരുന്ന് പരിശീലിക്കുക. ഈ ധ്യാനം എന്ന് പറയുന്നത് എന്താ? മനസ്സുകൊണ്ട് മാത്രം ചെയ്യുന്ന അഭ്യാസമാണ്. അവിടെ കയ്യിന് സ്ഥാനമില്ല, കാലിന് സ്ഥാനമില്ല, മാല പാടില്ല, വിളക്ക് പാടില്ല, കണ്ണ് തുറന്നിട്ട് ഒന്നിനെയും നോക്കരുത്, കണ്ണടയ്ക്കുക. കൈ വേണമെങ്കിൽ കോർത്ത് മടിയിൽ വയ്ക്കുക. ഇങ്ങനെ ലൂസായിട്ട് ഒരു എൻഡും ഇടരുത്, അതുകൊണ്ട് കോർത്ത് വയ്ക്കുക നല്ലത്. അങ്ങനെ കോർത്ത് മടിയിൽ വെച്ചുകൊണ്ട് കണ്ണടച്ച്. അപ്പോൾ എന്താ ഉണ്ടാവുക? മനസ്സ് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി എന്തെങ്കിലും വികാരങ്ങളോ എന്തെങ്കിലും ആശയങ്ങളോ ഇങ്ങനെ പുറപ്പെടും, ഓർമ്മകളൊക്കെ. അതൊക്കെ അങ്ങോട്ട് ഇല്ലാതെയാവണം. ഇല്ലാതെയാവുമ്പോൾ 2 അവസ്ഥയുണ്ടാവും. ഒന്ന് ലയം, അല്ലെങ്കിൽ വിക്ഷേപം. ലയം എന്ന് പറയുന്നത് എന്താ?
എ സ്റ്റേറ്റ് ഓഫ് ഒബ്ലീവിയൻ, അബോധാവസ്ഥ. എന്താ നടക്കണതെന്ന് തനിക്ക് പോലും അറിയാത്തൊരു നില. ആ ലയം അനുവദിക്കരുത് നമ്മൾ. അപ്പോൾ ലയേ സംബോധയേ ചിത്തം. ആ ലയിക്കാൻ പോണു മനസ്സ് എന്നറിഞ്ഞാൽ അതിന് വിടാതെ അതിനെ ഉണർത്തണം. വിക്ഷിപ്തം ശമയേ പുനഃ. എങ്ങാനും അതിന് വിക്ഷേപം, ഡിസ്ട്രാക്ഷൻ വരാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെ എന്തുകൊണ്ട് എന്ന് അന്വേഷിച്ച് മടക്കി കൊണ്ടുവരണം. അപ്പം അങ്ങനെ ആയാൽ എന്തുവരും? യദാനലീയതേ ചിത്തം. മനസ്സ് എപ്പോഴാണോ ലയത്തിൽപ്പെടാതെ ഇരിക്കുന്നത്, എന്നുവെച്ചാൽ വിക്ഷിപ്യതേ പുനഃ, അതിന് വിക്ഷേപം, പല വിധത്തിലുള്ള ചിന്തകളോ ആവലാദികളോ അതും ഇല്ലാതെ ഇരിക്കുന്നത്. അപ്പോൾ ലയവുമില്ല, വിക്ഷേപവുമില്ല. അപ്പോൾ പിന്നെ എന്താ ഉണ്ടാവുക? അനിങ്കനമനാഭാസം, അനക്കമില്ലാതെ അനാഭാസം, സ്വപ്നത്തെ പോലെയോ മറ്റു പ്രകാരത്തിലോ ഒരു ഭാവനാരചനയും അവിടെ ഉണ്ടാവില്ല. നിഷ്പന്നം ബ്രഹ്മതത്വത. ആ സമയത്താണ് പരബ്രഹ്മപ്രാപ്തി നമുക്ക് കൈവരുന്നത്. അപ്പം മനസ്സിൻ്റെ ഭാഷയിൽ എന്താ? മനസ്സിൻ്റെ നൈശ്ചല്യം. നിശ്ചലമായിരിക്കുന്ന മനസ്സ് ബ്രഹ്മപ്രാപ്തി അതിന് കൈവരുന്നു. യോഗധാരാവലി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ഒരു ചെറിയ ഗ്രന്ഥം ശങ്കരാചാര്യർ എഴുതിയതാണ്. അതിൽ വളരെ രസകരമായി വർണ്ണിച്ചിട്ടുണ്ട്. പ്രത്യഗ് വിമർശാതിശയേന പുംസാം പ്രാചീനഗന്ധേഷു പലായിതേഷു പ്രാദുർഭവേത് കാചിദജാഡ്യനിദ്ര പ്രപഞ്ചചിന്താം പരിവർജയന്തി. പ്രത്യഗ് വിമർശാതിശയേന പുംസാം പ്രാചീനഗന്ധേഷു പലായിതേഷു. വിചാരത്തിൻ്റെ തീവ്രത കൊണ്ട് സമ്പാദിക്കുന്ന സമാധിയാണ്. ഒന്ന് മനസ്സുകൊണ്ടുള്ള അഭ്യാസമാണ്. ആത്മാവിനെയോ ബാക്കിയുള്ളതിനെയോ കുറിച്ച് ഇങ്ങനെ ഒരു ആവർത്തന രൂപത്തിലുള്ള ഒരു ഭാവന. ഇവിടെ അങ്ങനെയല്ല. പ്രത്യഗ് വിമർശാതിശയേന പുംസാം. നമ്മുടെ പരമാത്മാവിനെ കുറിച്ച് ആലോചിച്ച് വിമർശന ബുദ്ധിയ വിചിന്തനം ചെയ്ത് ആ വിചിന്തനത്തിൻ്റെ ബലത്താൽ പ്രാചീന ഗന്ധേഷു, പൂർവദത്ത സംസ്കാരമായിരിക്കുന്ന പല വിധത്തിലുള്ള ടെൻഡൻസീസ്, പ്രേരണകൾ ഉണ്ടാവും. അത് മുഴുവനും പലായുധേഷു, ഓടിപ്പോയി പമ്പ കടന്നു എന്നുണ്ടെങ്കിൽ പ്രാദുർഭവേ, ഉള്ളിലെ ഉദയം ചെയ്യുമത്രേ. എന്ത്? കാചിത്, ഒരു തരത്തിലുള്ള അജാഡ്യനിദ്ര, ഒരു ഉറക്കം തന്നെ. പക്ഷെ ആ ഉറക്കത്തിൽ ജാഡ്യമുണ്ടാവില്ല. ഒന്നും അറിയാത്തൊരു നിലയല്ല. ജാഗ്രതയിലുള്ള ചിത്തവൃത്തി, പ്രപഞ്ചം അവിടെ ഇല്ല. അതേ സമയത്ത് കിടന്ന് ഉറങ്ങണില്ല, ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാചിത് അജാഡ്യനിദ്ര പ്രപഞ്ചചിന്താം പരിവർജയന്തി. ഈ പ്രപഞ്ചത്തിലുള്ള ചിന്തയുണ്ടല്ലോ, ലോകത്തിൽ എന്തെല്ലാം കുറിച്ച് ചിന്തിക്കുകയാണെങ്കിലും സ്വർഗ നരകങ്ങളടക്കം അതൊന്നും വരാൻ അനുവദിക്കാതെ ഒരു തരത്തിലുള്ള അജാഡ്യമായിരിക്കുന്ന നിദ്ര. എന്താ ഈ അജാഡ്യനിദ്ര എന്നുള്ളതിനർത്ഥം? സാധാരണ ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഉണർന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഉണർന്നിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഉണർന്നുകൊണ്ടിരിക്കുക. അതുപോലെ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഉറങ്ങിക്കൊണ്ടിരിക്കുക എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് എന്താ? അജാഡ്യമായിരിക്കുന്ന നിദ്ര. ആ സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും, ഞാനിപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഉറക്കം എന്നുള്ള നില പോയി, ജാഗ്രത എന്നുള്ള നിലയും പോയി. ആ ഒരു ജാഗ്രത ഉറക്കമോ ഉറക്ക ജാഗ്രതോ ആയിത്തീരുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? പ്രപഞ്ചചിന്താം പരിവർജയന്തി. അവിടെ പ്രപഞ്ചത്തിനെ കുറിച്ച് ഒരു ചിന്തയും പൊട്ടിപ്പുറപ്പെടില്ല. എന്താ കാരണം? വളരെ സന്തുഷ്ടമായി മനസ്സ് ഉള്ളിൽ ലയിച്ചങ്ങനെ ഒതുങ്ങിയിരിക്കുക. എല്ലാ വിചാരവും നമുക്ക് സന്തോഷത്തിനും ആഹ്ലാദത്തിനും വേണ്ടിയിട്ടാണല്ലോ. ഇത് ഉള്ളിൽ നിന്ന് ആഹ്ലാദവും സന്തോഷവും ആരമണവും കിട്ടുമ്പോൾ വേറെ ഒന്നും വേണ്ടാന്ന് നമുക്ക് തോന്നുക. ആ നിലയാണ് ഈ സമാധി എന്ന് പറയുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാരെപ്പോഴും മിടുക്കന്മാരാ. എന്തൊക്കെ സമാധി പറയുന്നറിയോ ഇവര്? ശബ്ദാനുവിദ്ധ സമാധി, ദൃശ്യാനുവിദ്ധ സമാധി, സംപ്രജ്ഞാത സമാധി, അസംപ്രജ്ഞാത സമാധി, നിർവികൽപ്പ സമാധി, സവികൽപ്പ സമാധി, ചൈതന്യ സമാധി, ജഡസമാധി, സഹജ സമാധി, എന്തൊക്കെയായി ഇപ്പോൾ ഇവിടെ? അനവധി കാര്യങ്ങളായി. അപ്പോൾ ഈ സമാധി എന്ന് പറഞ്ഞാൽ ധ്യാനത്തിൻ്റെ പരിസമാപ്തിയാണ്. ധ്യാനം മനസ്സുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. മനസ്സ് എന്ന് പറഞ്ഞാൽ വൃത്തിരൂപത്തിലാണ് മനസ്സ്. പല വിധത്തിലുള്ള ആലോചനകളും ചിന്തകളും ഉണ്ടാവും. ആ അനവധി ചിന്തകളൊക്കെ പോയി ഒരു ചിന്തയായി. ആ ഒരു ചിന്തയും മനസ്സിൽ നിന്ന് അസ്തമിച്ചാൽ ആ ചിന്തിക്കുന്ന വസ്തു എന്തോ ആ വസ്തു വെളിപ്പെട്ട് നമ്മുടെ മനസ്സിൽ തോന്നിത്തുടങ്ങും. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. പ്രത്യഗ് വിമർശാതിശയേന പുംസാം
പ്രാചീനഗന്ധേഷു പലായിതേഷു പ്രാദുർഭവേത് കാചിദജാഡ്യനിദ്ര പ്രപഞ്ചചിന്താം പരിവർജയന്തി താനാവിദന്മയി അനുഷംഗബദ്ധധിയസ്വമാത്മാനമതസ്തഥേദം. ഈ ഗോപസ്ത്രീകളുടെ കാര്യത്തിൽ പറയുക, അവരിങ്ങനെയുള്ള സമാധിയോ ധ്യാനമോ ഒന്നും പരിശീലിച്ചില്ല. നേരെ മറിച്ച് എന്തായിരുന്നു അവരുടെ മനസ്സിൽ? കൃഷ്ണൻ 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 കൃഷ്ണൻ. ആ കൃഷ്ണമയം അങ്ങോട്ട് ആയിത്തീർന്നു. കൃഷ്ണമയമായി തീർന്നപ്പോൾ ഏകാത്മകത്വമാണത്. അവിടെ പ്രത്യേകം പ്രത്യേകം എന്ന് പറയാൻ ഗോപസ്ത്രീകളോ കൃഷ്ണനോ വൃന്ദാവനമോ മധുരയോ ഒന്നും അവിടെ പ്രത്യേകിച്ചില്ല. ഒക്കെ ഒന്നായി തീർന്നു. ആ ഒന്നായി തീർന്ന ഏതുപോലെയാ? മുനികൾക്ക് സമാധി അനുഭവപ്പെടുമ്പോൾ എങ്ങനെയാണോ ചിത്തവൃത്തികളെല്ലാം ഇല്ലാതെയാവുന്നത്, അതേമാതിരി ഒന്നാം തരം ഒരു വികാസവും ഉള്ളയവുമായിരുന്നു അത്. പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നദികളെല്ലാം സമുദ്രത്തിൽ ചെന്നാൽ ആ ചേരുന്നതോടുകൂടി തൻ്റെ വ്യക്തിത്വം, നാമവും രൂപവും ആ ഉപ്പില്ലാത്ത വെള്ളമൊക്കെ മാറി എല്ലാം ലവണമയമായി തീരുന്നത് പോലെ ഒട്ടാകെ ഒന്നായി തീരുന്ന ഒരു നിലയാണിത്. ഈ പുഴകൾ പല പർവ്വത ശിഖരങ്ങളിൽ നിന്നും പുറപ്പെട്ട് പല മാർഗങ്ങളിലൂടെയും ഒഴുകി അവസാനം സമുദ്രത്തിൽ വന്ന് എത്തിച്ചേർന്ന് തൻ്റെ നാമരൂപങ്ങളെ മുഴുവനും ഉപേക്ഷിച്ച് സമുദ്രജലവുമായി ഒന്നായിത്തീരുന്നു എന്നുള്ളത് വലിയ ഒരു ദൃഷ്ടാന്തമാണ്, ഒരു ഫാക്റ്റാണ്. ഇതുപോലെയാണ് നമ്മുടെ ഹിന്ദുമത ചിന്താഗതികൾ മുഴുവനും. നമ്മുടെ സിദ്ധാന്തം എന്താ പറയണതെന്ന് വെച്ചാൽ, നാമരൂപങ്ങൾ മുഴുവനും വിട്ട് മനസ്സ് ഏകാത്മകമായി തീരണമെന്നാണ്. അപ്പോൾ ഇതിനെ വളരെ ഭംഗിയായി പറയുന്നത് മുണ്ടകോപനിഷത്തിൽ ഒരു ശ്ലോകമുണ്ട്. യഥാനദ്യസ്യന്തമാനാ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാദ് വിമുക്തഃ പരാത്പരം പുരുഷമുപൈതി ദിവ്യം. പരാത്പരം പുരുഷമുപൈതി ദിവ്യം. അതാണ് ഇവിടെ കൃഷ്ണൻ പോലും പറയുന്നത്. നിങ്ങൾക്കിങ്ങനെ തട്ടിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഭാഗവതമാകട്ടെ, രാമായണമാകട്ടെ, മഹാഭാരതമാകട്ടെ, ബാക്കി ഏത് പുരാണം വേണമെങ്കിൽ ആ പുരാണം ആവട്ടെ, ദേവീ പുരാണോ മത്സ്യോ കൂർമ്മോ വരാഹോ എന്തോ ആവട്ടെ, ഇതിലെല്ലാറ്റിലും കിടന്ന് കളിക്കുന്നത് ഒരേ ഒരു ആശയമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ആശയം എന്താ? ഏകാത്മത്വം, ഏകാത്മത്വം, ഏകാത്മത്വം. ഇവിടെ ഒന്നാണ് പലതായിരിക്കുന്നത്. ഈ പലതും ഒന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പലത് എന്നുള്ള ഭ്രമം വിട്ട് ഒന്ന് എന്നുള്ള വസ്തുതയെ നമ്മൾ പിടിച്ചു നിൽക്കാനാവണം. ഇതാണ് നമുക്ക് ആവശ്യം. ആ ഒന്ന് എന്നുള്ളത് പിടിക്കാൻ ഒരു പക്ഷേ ബുദ്ധി സഹായിച്ചില്ല എന്ന് വരും. അപ്പോൾ ഈ ഗോപസ്ത്രീകളൊക്കെ വലിയ ബുദ്ധിയുള്ളവരല്ല. അവർക്ക് ഒന്നായി തീരാൻ കൃഷ്ണൻ ഒരു നിമിത്തം, ഒരു കാരണമായി തീർന്നു. കൃഷ്ണനോടുള്ള സംഘം അവരുടെ മനസ്സിലുള്ള ബാക്കി എല്ലാ സംഘങ്ങളെയും ഛേദിച്ച് കൃഷ്ണമയമായി തീർന്നു. അവർക്ക് താനടക്കം എല്ലാം. എന്ത്? താനടക്കം എല്ലാം. താനും പെട്ടു അതിൽ. അപ്പം അവരൊക്കെ കൃഷ്ണമയമായി, കൃഷ്ണമയരായി. ലോകവും കൃഷ്ണമയമായി, വൃന്ദാവനും കൃഷ്ണമയമായി, പശുക്കളും ഗോക്കളും ഒക്കെ കൃഷ്ണമയമായി അവർക്ക്. അത് ആ ഭാവനാബലം കൊണ്ടാണ് അങ്ങനെ ആയത്. അപ്പോൾ ഈ മുണ്ടകോപനിഷത്തിൽ പറയുന്നത് എന്താ? യഥാനദ്യഃ സന്തമാനാ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ. എങ്ങനെയാണോ നദികൾ ഒഴുകി ഒഴുകി സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ. അങ്ങനെ ഒഴുകുമ്പോൾ ഒന്ന് ഭാഗീരഥി, അളക്കനന്ദ, ഗംഗ എന്നുള്ള പേരിലൊക്കെയാണ് ഒഴുകണത്. പിന്നെ ഒന്ന് യമുനയാണ്, പിന്നെ ഒന്ന് ഗോദാവരിയാണ്, ഒന്ന് ബ്രഹ്മപുത്രയാണ്, പിന്നെ ഒന്ന് കാവേരിയാണ്, ഒന്ന് പൂർണ്ണാനദിയാണ്, പിന്നെ ഒന്ന് പമ്പയാണ്. ഇങ്ങനെ പലതരത്തിലുമാണ് ഈ ഒഴുകുന്നത്. അത് ഒഴുകി ഒഴുകി അവസാനം സമുദ്രത്തിൽ അങ്ങോട്ട് വന്ന് ചേരുമ്പോഴോ പിന്നെ അവിടെ കാവേരിയും ഗോദാവരിയും ഗംഗയും യമുനയും വേർതിരിച്ചറിയോ? അറിയില്ല. നാമവും പോയി, രൂപവും പോയി, തൻ്റേതായ ജലവും അവിടെ അസ്തമിച്ചു. ഒക്കെ ലവണമയമായി സമുദ്രമായി തീർന്നു. അതുപോലെയാണ് വിദ്വാൻ, സത്യമറിയുന്നവൻ, സത്യമറിയുന്നവൻ, തത്വമറിയുന്നവൻ, ഈശ്വര ദർശനം സിദ്ധിച്ചവൻ, ആത്മസാക്ഷാത്കാരം കൈവന്നവൻ, നാമരൂപാദ് വിമുക്തഃ, നാമങ്ങളിൽ നിന്നും രൂപങ്ങളിൽ നിന്നും മുക്തനായി, പരാത്പരം പുരുഷമുപൈതി ദിവ്യം, പരത്തിനേക്കാൾ പരമമായി ആബ്സല്യൂട്ട്, സൂപ്പർ ആബ്സല്യൂട്ട് ആയിരിക്കുന്ന ആ ഒരു ദിവ്യ സത്യത്തെ പ്രാപിച്ച് അതിലൊന്നായി ലയിച്ചു ചേർന്നിരിക്കുന്നു. വാസ്തവത്തിൽ അതല്ലേ നമ്മുടെ ഗോപസ്ത്രീകൾക്ക് സംഭവിച്ചത്. അതുകൊണ്ടാണ് കൃഷ്ണൻ തന്നെ പറയണത്, യഥാ സമാധൗ മുനയോബ്ധിതോയേ നദ്യഃ പ്രവിഷ്ട ഇവ നാമരൂപേ താ നാവിദൻ മൈ അനുഷംഗബദ്ധധിയ. എന്നിൽ അവർക്കുണ്ടായിരുന്നത് അനുഷംഗം, വല്ലാത്തൊരു ചേർച്ച.
അതും എൻ്റെ ദേഹത്തിനോടാണ് അവർക്ക് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടായിരുന്നത്. ആ ദേഹച്ചേർച്ചയോടുകൂടി അവരുടെ മനസ്സ് പൂർണ്ണമായിട്ട് അതിലങ്ങോട്ട് അങ്ങോട്ട് ചേർന്നു. അനുഷംഗബദ്ധധിയ തത്ഫലമായി എന്തുണ്ടായി? താനെന്നോ തൻ്റെ കുടുംബമെന്നോ തൻ്റെ കുട്ടികളെന്നോ തൻ്റെ സ്വത്തുക്കളെന്നോ പശുക്കളെന്നോ ഒരു തോന്നലും അവർക്ക് ഇല്ലാതെയായി. കൃഷ്ണമയത്തിൽ എല്ലാം അങ്ങോട്ട് അസ്തമിച്ചു. അതാണ് അവർക്ക് ഉണ്ടായത്. അപ്പോൾ മഹർഷിമാർ കഠിന തപസ് ചെയ്താൽ അവർക്ക് കിട്ടുന്ന സമാധി എന്ന് പറയുന്ന ആ സമാധി അനുഭവം അവർക്ക് ഈ സംഘം മൂലമുണ്ടായി. മത്കാമാരമണം ജാരം അസ്വരൂപവിദോ അബലാഹ. നോക്കൂ, ശ്രീമദ് ഭാഗവതം എത്ര തുറന്ന് കാര്യങ്ങൾ പറയുന്നു. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇതൊക്കെ അങ്ങനെ ശ്രദ്ധിക്കില്ല. അതിങ്ങനെ കഥ കേട്ട് പോണമാതിരി പോവുകയുള്ളൂ. ഏകാദശ സ്കന്ധം കഥയല്ലല്ലോ. എന്നാൽ കഥയിൽ പല ഭാഗങ്ങളും ഇവിടെ പറയുന്നുണ്ട്. മത്കാമാരമണം ജാരം അസ്വരൂപവിദോ അബലാഹ ബ്രഹ്മമാം പരമം പ്രാപുഹു സംഘാത് ശതസഹസ്രശാഹ. ബ്രഹ്മപ്രാപ്തി ഉണ്ടാവേണ്ടത് എന്താ? എങ്ങനെയാ? എല്ലാറ്റിനെയും വിട്ടിട്ട് കുടുംബം, കുട്ടികൾ മുതൽ ഉദ്യോഗം, സ്ഥാനം, മാനം ഒക്കെ അങ്ങോട്ട് വിട്ടിട്ട് എല്ലാം വിട്ടിരുന്ന് ധ്യാനിച്ചിട്ടാണ് ബ്രഹ്മപ്രാപ്തി, ബ്രഹ്മപദം ഉണ്ടാകുന്നത്. ഇവർക്കോ ഒന്നും അവർ വിട്ടിട്ടില്ല. അവരിയ്ക്കുന്നത് വൃന്ദാവനത്തിലാണ്, കറക്കുന്നത് പശുക്കളെയാണ്, നോക്കുന്നത് കുട്ടികളെയാണ്. വെളുപ്പാങ്കാലത്ത് എണീറ്റാ വൈകുന്നേരം വരെ അടിച്ച് തെളിച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ധാരാളം കൈ നിറച്ച് കാല് നിറച്ച് അവർക്ക് പ്രവൃത്തികളുണ്ട്. അപ്പോൾ ഇവിടെ സന്യാസിമാരുമായി ഉപേക്ഷിച്ചിരിക്കുന്നവരല്ല. അങ്ങനെ ഗൃഹവൃത്തികളിൽ മുഴുകിയിരിക്കുന്നവർക്ക് മനസ്സിലോ മത്കാമാരമണം ജാരം അസ്വരൂപവിദോ അബലാഹ. ഇതിലേറെ ആരാ തുറന്നു പറയാ നിങ്ങളോട്? ചെവി ഉണ്ടെങ്കിൽ കേട്ടോളൂ, ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, മനസ്സുണ്ടെങ്കിലോ ഫീൽ ചെയ്തോളൂ. മത്കാമാഹ. അവരുടെ മനസ്സിലുണ്ടായിരുന്നത് എന്നോടുള്ള കാമമാണ്. എന്നെ എങ്ങനെയാണ് അവർ കണ്ടത്? രമണം ജാരം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന രമണനായിട്ടാണ് അവർ കണ്ടത്. മാത്രമല്ല ഒരു ജാരപുരുഷനായിട്ടാണ് കണ്ടത്. സ്ത്രീകളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു പുരുഷനോട് ആകർഷണം തോന്നിയാൽ ആ പുരുഷനെ ജാരൻ എന്നല്ലാതെ പിന്നെ എന്താ പറയുക? അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ കൃഷ്ണന് അവർക്കുള്ള സമമായ പ്രായമാണോ? അല്ല. അവിടെ ഗോപസ്ത്രീകൾക്കൊക്കെ പ്രായം കൂടി കുട്ടികളൊക്കെ ഉണ്ട്. കൃഷ്ണന് മക്കളുടെ സ്ഥാനമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആയാലും അവരുടെ മനസ്സിൽ തോന്നിയപ്പോൾ ജാരപുരുഷനായി തോന്നിപ്പോയി. മത്കാമാരമണം ജാരം അസ്വരൂപവിദോ അബലാഹ. എന്നാൽ നമുക്ക് ജാരപുരുഷനായി കണക്കാക്കാൻ മാത്രം പറ്റിയ ഒരു വ്യക്തിത്വമാണോ ഈ കൃഷ്ണ പരമാത്മാവിന് എന്ന് മനസ്സിലാക്കാനുള്ള വൈഭവോ ബുദ്ധിയോ ഒന്നും എടുക്കില്ല. ഗോപസ്ത്രീകളുടെ കൂട്ടത്തിൽ വന്ന് ജനിച്ചു, ഞങ്ങളുടെ കൂടെ വളർന്നു, ഞങ്ങളുടെ കൂടെ ഒരാളല്ലേ. ദേവകിക്കാണ് ജനിച്ചത്, രാജകുമാരനാണ്, മധുരയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടുവന്നതാ. അങ്ങനെയുള്ള ആലോചനയൊന്നുമില്ല. ഞങ്ങളുടെ കൂടെപ്പെട്ട ആള് സിംഹം ആട്ടുകുട്ടികളുടെ കൂടെ ചേർന്നാൽ എന്താവും? ആട്ടുകുട്ടിയാവും. ആടിനെ പോലെ പുല്ല് നിന്ന് വളരും. അത് സിംഹമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവിടെ ആരുമില്ലല്ലോ. അതുപോലെ കൃഷ്ണനെ അവർ വിചാരിച്ചു രമണം ജാരം അസ്വരൂപവിദോ അബലാഹ. വാസ്തവത്തിൽ ഞാൻ ആരാ? എനിക്ക് എന്താണ് പ്രമാണം? അവർ എന്നെ ജാരൻ വിചാരിച്ചാൽ ഞാൻ ജാരനാവുമോ? കൃഷ്ണൻ ഒരു സ്ത്രീകളോടും കൂടി ഒരു തരത്തിലും ഒരു ദൈഹിക ബന്ധമുണ്ടായിട്ടില്ല എന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അന്ന് കേൾക്കാത്തവരോടും സൂചിപ്പിച്ച് പറയുകയാണ്, ഒരൊറ്റ ഗോപസ്ത്രീയോടും കൂടി ശ്രീകൃഷ്ണന് ദൈഹിക ബന്ധമുണ്ടായിട്ടില്ല. ലൈംഗിക ബന്ധത്തിനുള്ള വയസ്സ് പോലും ആയി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം. എന്നാൽ അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നി. അപ്പോൾ രുക്മിണിക്ക് എങ്ങനെയോ അതുപോലെ ഇവർക്കും കൃഷ്ണൻ്റെ ഉൾപ്രഭാവമോ മഹാത്മ്യമോ അറിയാൻ സാധിച്ചിട്ടില്ല. ശരീരം കൊണ്ടൊരു ചെറുപ്പം, കണ്ടാൽ തിരക്കിടില്ല, കുറേ നേരം പോക്കും കളിയും ഒക്കെ ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് പറ്റിയ ഒരാളായി സ്നേഹിച്ച് കളയാം എന്ന് വിചാരിച്ചേ ഉള്ളൂ. അപ്പം എന്നെ രമണനായും ജാരനായും കണ്ട് എന്നിൽ വളരെയധികം കാമവൃത്തി അവർ പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നു. എൻ്റെ സ്വരൂപമോ എൻ്റെ മഹാത്മ്യമോ അവർ മനസ്സിലാക്കിയില്ല. കാരണം അബലാഹ, അബലകളാണല്ലോ. എന്നാലും അവർക്ക് കിട്ടിയതെന്താ? ബ്രഹ്മമാം പരമം പ്രാപുഹു. പരമമായിരിക്കുന്ന ബ്രഹ്മമാണ്. അതിനൊരു ശരീരമുണ്ടായാൽ എങ്ങനെയോ അതാണ് കൃഷ്ണ പരമാത്മാവ്. ഉള്ളിൽ മുഴുവൻ പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മമായിരിക്കുന്ന എന്നെ അവർ പ്രാപിച്ചു. എങ്ങനെ? സംഘാത് ശതസഹസ്രശഃ. 100 കണക്കിനും 1000 കണക്കിനുമുള്ള സംഘം കൊണ്ടാണ് അവർക്ക് കിട്ടിയത്. അവർക്ക് തപസ് കൊണ്ടല്ല, വ്രതം കൊണ്ടല്ല, നിഷ്ഠ കൊണ്ടല്ല, പഠിപ്പ് കൊണ്ടല്ല, വേദാധ്യയനം കൊണ്ടല്ല, ശാസ്ത്ര പഠനം കൊണ്ടല്ല, ഗുരുകുലവാസം കൊണ്ടല്ല. അവർക്ക് കിട്ടിയത് വെറും സംഘത്തിൻ്റെ ശക്തി കൊണ്ടാണ്. സംഘാച്ഛതസഹസ്രശഃ. ഇത്ര വലിയ സംഘമോ അവർക്ക്? അത്ര വലിയ സംഘം തന്നെയാണ്.
ഈ സംഘം അവരിൽ എങ്ങനെ പ്രവർത്തിച്ചു? അവരുടെ ബാക്കിയുള്ള പ്രവൃത്തികളെ ഒന്നും ഒരു തരത്തിലും അത് തടസ്സപ്പെടുത്തിയിട്ടില്ല. യാദോഹനേ വഹനനേ മഥനോപലേപ പ്രേംഖേഖനാർഭരുദിതോക്ഷണ മാർജനാദൗ ഗായന്തി ചൈനമനുരക്തധിയോശ്രുകണ്ഠ്യോ ധന്യാ വ്രജസ്ത്രീയ ഗുരുക്രമ ചിത്തയാനാ. 10ാം സ്കന്ധത്തിലുള്ള ഒരു വിവരണമാണ്. ആരുടെ? ഗോപസ്ത്രീകളുടെ വിവരണം. അവരുടെ ദിനചര്യ, പ്രതിദിനം അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്. യാദോഹനേ അവഹനനേ മഥനോപലേപ പ്രേംഖേഖനാർഭരുദിതോക്ഷണമാർജനാദൗ. അവർക്ക് പശുവാണല്ലോ വലിയ ധനം. വെളുപ്പാൻ കാലത്ത് നേരത്തെ എണീറ്റാൽ ഒരു ഭാഗത്ത് പശുക്കുട്ടി രാത്രി മുഴുവൻ ഭക്ഷണം കഴിക്കില്ല, അതിന് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കൊടുക്കണം. അതുകൊണ്ട് പശുക്കളെ കറക്കണം. അപ്പോൾ ആദ്യത്തെ ജോലി എന്താ? പശുക്കളെ കറക്കല. കാലത്ത് എണീറ്റ് നേരത്തെ എണീറ്റ ഒരു മടിയും കൂടാത്ത തൊഴുത്തിൽ ചെന്ന് അവിടെയുള്ള ചാണങ്ങളൊക്കെ ഒന്ന് വാരി, കുഴിയുണ്ടെങ്കിൽ കുഴിയിലിട്ട് അല്ലെങ്കിൽ ഒതുക്കിയിട്ട് അവിടെ പാത്രത്തിൽ വെള്ളവും അല്പം എണ്ണയും കൂടി മെഴുക്കും കൂടി കൊണ്ടുപോകും. എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം അവിടെ കഴുകി കൈകൊണ്ട് തന്നെ തുടച്ചതിന് ശേഷം ആ മെഴുക്കൊക്കെ തട്ടി ഒരു കുഴപ്പമില്ലാതെ പണ്ട് കറക്കാൻ തുടങ്ങും. കുട്ടിയെ ആദ്യം കുറച്ചൊന്ന് കുടിപ്പിച്ച്. യാദോഹനേ അവഹനനേ. അവരത്ര വലിയ പണക്കാരൊന്നുമല്ല. അപ്പോൾ ധാരാളം മില്ലുകളൊന്നുമില്ല ആ കാലത്ത്. കൈക്കുത്തിന് വേണം, ഗോതമ്പായാലും നെല്ലാണെങ്കിലും കുത്താൻ. അപ്പോൾ എല്ലാ നെല്ലും കൂടി കുത്തി വയ്ക്കാനൊന്നും പറ്റില്ല. പുഴുങ്ങി വയ്ക്കാൻ പറ്റും, പുഴുങ്ങി ഉണക്കി വയ്ക്കാം. കുത്തണത് അപ്പപ്പോൾ വേണം. അതിന് അവർ ജോലിക്കാരെ ഒന്നും വെച്ച് കുത്തിച്ചില്ല. ഹള്ളിങ് മെഷീനും ഇല്ല. അവരുടെ കയ്യും നമ്മുടെ കുന്താണി എന്നൊക്കെ പറയുന്ന സാധനം അതിലൊക്കെ ഇട്ടിട്ടാണ് അവർ കുത്തിക്കൊണ്ടിരുന്നത്. യാദോഹനേ അവഹനനേ മഥനോപലേപ. പ്രതിദിനം അവർക്ക് തൈര് കടയണം. തൈര് കടഞ്ഞാലേ വെണ്ണ ഉണ്ടാവുള്ളൂ. അത് സൂര്യൻ ഉദിച്ച് അന്തരീക്ഷം ചൂടായിട്ട് തൈര് കടഞ്ഞാൽ വെണ്ണ കൂടില്ല. അപ്പോൾ സൂര്യൻ്റെ രശ്മി ഭൂമിയിൽ പതിച്ച് ചൂടുള്ള അന്തരീക്ഷം വരുന്നതിന് മുൻപ് വേണം കടച്ചൽ. അപ്പോൾ എപ്പോൾ എണീറ്റ് പശുക്കളെ കറക്കണം എന്നുള്ളത് ആലോചിച്ചോളൂ. അപ്പോൾ കറക്കൽ, ഗോതമ്പ് കുത്തൽ, നെല്ല് കുത്തൽ, അവിടുന്ന് അങ്ങോട്ട് കടയൽ, ഉപലേപ. പഴയ കാലത്തൊക്കെ നിലം മെഴുകുക എന്നൊരു സമ്പ്രദായമുണ്ട്. സിമെൻ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ കരിയും ചാണകമൊക്കെ കൂട്ടി അസലായിട്ട് മെഴുകും, നല്ല നിറം കിട്ടാൻ. കറുപ്പ് നിറമാണ് നിലങ്ങൾക്ക് പതിവ്. പ്രേംഖേഖനാർഭരുദിതോക്ഷണമാർജനാദൗ. അതിൻ്റെ ഇടയിൽ കുട്ടികൾ കരയും, അവരെണീക്കും. അവർ തൊട്ടിലോ തൂളിയിലോ ഒക്കെ ഇട്ടൊന്ന് ആട്ടണം, ഒന്ന് പാട്ട് പാടണം. അതും വേണം. പാടാൻ നല്ല രസമാണ്, കൃഷ്ണൻ്റെ പാട്ട് പാടാമല്ലോ. അങ്ങനെ തൊട്ടിലിട്ട് ആട്ടി ചിലപ്പോൾ കുട്ടികൾ കരയും. കരയുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, മുല കൊടുക്കേണ്ടവർക്ക് മുല കൊടുക്കണം, കുളിപ്പിക്കേണ്ടവർക്ക് കുളിപ്പിക്കണം, വസ്ത്രമണിയിക്കണം. ഈ വക പ്രവൃത്തികളൊക്കെ നടക്കണം. വീടൊക്കെ അടിച്ച് തെളിച്ച് അങ്ങനെ തുടച്ച് അതും ഇതിൻ്റെ ഇടയിൽ ചെയ്യണം. പ്രേംഖേഖനാർഭരുദിതോക്ഷണമാർജനാദൗ. ചിലപ്പോൾ കുട്ടികളെ ഒക്കത്ത് വെച്ചുകൊണ്ടാണ് അവർ അടിക്കുകയും തുടയ്ക്കുകയും ചെയ്യുക. അത് താഴ്ത്തു വയ്ക്കാൻ പറ്റില്ല. അമ്മേന്ന് പറഞ്ഞ് കരയും. അപ്പോൾ പിന്നെ ഒക്കത്തുനിന്ന് വിടാൻ പറ്റുമോ? അപ്പോൾ അടിക്കലും തുടയ്ക്കലും ഒക്കെ അങ്ങനെ വെച്ചുകൊണ്ട് ചെയ്യും. ഗായന്തി ചൈനമരുരക്തധിയോശ്രുകണ്ഠ്യോ. ഇടയ്ക്കിടയ്ക്ക് തൊടിൽ അവർ വിളപ്പിൽ ചെല്ലണം, വിളപ്പ് വെടുപ്പാക്കണം. മാങ്ങ വീണിട്ടെങ്കിൽ അതെടുക്കണം, ചക്കയാണെങ്കിൽ അതെടുക്കണം. അതൊക്കെ വെടുപ്പാക്കി എല്ലാ സ്ഥലവും പുല്ല് പറിക്കണമെങ്കിൽ പുല്ല് പറിച്ച് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവർ. ആ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഗായന്തി അവർ അസ്സലായിട്ട് പാടും. എന്താ പാടുക? അനുരക്തധിയോ ശ്രുകണ്ഠ്യോ. കൃഷ്ണൻ്റെ അനുരാഗമാണ് അവരുടെ പാട്ടിലത്തെ വിഷയം. ആ അനുരാഗത്തോടു കൂടി പാടുമ്പോൾ കൈകാലുകൾ ഇങ്ങനെ പ്രവർത്തന മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് പ്രവർത്തന നിരതമായിരുന്നാലും കണ്ണിന്ന് വെള്ളവും വരും, തൊണ്ട ഇടറുകയും ചെയ്യും. കണ്ണീരും തൊണ്ട ഇടർച്ചയും എങ്ങനെ നോക്കിയാലും ഭക്തിയുടെ ലക്ഷണങ്ങളാണ്. ഒരു മനസ്സിൽ ഭക്തി നിറയുമ്പോൾ പ്രകൃത്യാ ഉണ്ടായിത്തീർന്നതാണ് ഈ ലക്ഷണങ്ങൾ. ഇത് രണ്ടും സംഭവിക്കുമ്പോൾ ഒന്ന് തീർച്ചയാക്കിക്കോളൂ, നമ്മുടെ മനസ്സിൽ നിന്ന് അഹങ്കാരവും മമതയും അലിഞ്ഞു പോവുകയാണ്, മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ഈ ഭക്തി ഒരു വെറുതെ ഒതുങ്ങിയ ഒരു സ്ഥലത്തിരുന്ന് ഈശ്വരാരാധനയോ ഭജനയോ ചെയ്യുമ്പോഴല്ല, അവർ ഗൃഹകൃത്യങ്ങളിൽ മുഴുകിയിരുന്ന് പല പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ പ്രിയ ഭാജനമായിരിക്കുന്ന കൃഷ്ണനെക്കുറിച്ച് കലവറയില്ലാതെ പാടിക്കൊണ്ടിരുന്നു. ആ പാട്ടിൽ അവരുടെ മനസ്സിലുള്ള ലയമോ അല്ലെങ്കിൽ ചേർച്ചയോ എത്രയാണെന്നുള്ളതിന് തെളിവാണ് അനുരക്തധിയോ ശ്രുകണ്ഠ്യോ എന്നൊരു വാക്ക്. അശ്രുകണ്ഠ്യോ അനുരക്തധിയ. ആ ശ്രീകൃഷ്ണനോടുള്ള കൃഷ്ണ പരമാത്മാവിനോടുള്ള അനുരാഗം അവരുടെ മനസ്സിനെ നിറച്ചുകൊണ്ടിരുന്നു. ആ അനുരക്ത മനസ്സാണ് ഈ പ്രവൃത്തികളിലൊക്കെ വ്യാപരിച്ചു കൊണ്ടിരുന്നത്. ആ അനുരക്ത മനസ്സിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് പ്രവൃത്തി. അല്ലാണ്ട് പ്രവൃത്തി അവരുടെ മനസ്സിനെ ആക്രമിച്ച് കീഴടക്കിയിട്ടില്ല. അതുപോലെ അശ്രുകണ്ഠ്യ,
അവരുടെ കണ്ണും ധാരാളം നിറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയുള്ളത് സാധാരണ പ്രവൃത്തികളിൽ അനുരക്തധീകളായിരുന്നു അവർന്ന്. പ്രവൃത്തി അവർക്കൊരു തടസ്സമല്ല. ആരായി പ്രവർത്തിക്കുന്നത്? ശരീരം. ശരീരത്തിനെ ഉജ്ജീവിപ്പിക്കുന്നതോ ജീവൻ. ആ ജീവൻ എന്താ? വാസ്തവത്തിൽ പരമാത്മാവാണ്. കൃഷ്ണനോ ആ പരമാത്മാവിൻ്റെ മൂർത്തിമത് ഭാവമാണ്. അപ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യമൊന്നുമില്ല, ഒരു താതാത്മ്യമാണ്. ആ താതാത്മ്യത്തിൻ്റെ പേരിൽ അവർക്ക് ഒരു തരത്തിലുള്ള ഒരു ബാധയോ ഒരു ഇടച്ചിലോ ആയിട്ട് തോന്നിയില്ല ഒരു പ്രവൃത്തിയും. അങ്ങനെ ഗായന്തി ചൈനമനുരക്തധിയോ ശ്രുകണ്ഠ്യോ ധന്യാ വ്രജസ്ത്രീയ. അങ്ങനെയുള്ള വ്രജസ്ത്രീകൾ വളരെ ധന്യന്മാരാണ്. ഉരുക്രമചിത്തയാന, അവരുടെ മനസ്സ് എപ്പോഴും ശ്രീകൃഷ്ണനെ സംബന്ധിച്ച പല വിധത്തിലുള്ള ലീലകളും വിനോദങ്ങളും ആക്രമങ്ങളും പരാക്രമങ്ങളും അദ്ദേഹം ചെയ്തതും പറഞ്ഞതും കേട്ടതും എല്ലാം തന്നെ ഓർമ്മ വെച്ച് അങ്ങനെ കൃഷ്ണസ്മരണ പ്രപഞ്ചത്തിലായിരുന്നു അവരുടെ നിലനിൽപ്പ്. ഇതാണ് അവർക്ക് സാധിച്ച നേട്ടം. ഇതവരെങ്ങനെ സാധിച്ചു? ഭാവബലം കൊണ്ടാണ് സാധിച്ചത്. സാധാരണ ഈ ശ്രീമദ് ഭാഗവതം അടിതൊട്ട് മുടി വരെ വായിക്കുക എന്ന് പറഞ്ഞാൽ നല്ല അറിവും സംസ്കൃത പരിജ്ഞാനവും ഒക്കെ വേണം. അങ്ങനെ വായിച്ചു ഉണ്ടാക്കി തീർത്ത ഭക്തിയല്ല അവർ. നേരെ മറിച്ച് കൃഷ്ണനെ ചെറുപ്പം മുതൽക്ക് തന്നെ കണ്ട് ആ കണ്ട കൃഷ്ണനോട് ഒരു ഭാവാന്വിതത്വമുണ്ടായി. സ്നേഹമാകട്ടെ അനുരാഗമാകട്ടെ, ആ അനുരാഗത്തെ അവർ സമഗ്രവും സർവവ്യാപിയുമാക്കി തീർത്തു. ആ അനുരാഗം ഗ്രസിക്കാത്തതൊന്നുമില്ല അവരുടെ ജീവിതത്തിൽ. അതാണ് അവരുടെ പ്രത്യേകത.